بسم الله الرحمن الرحيم يا من يرى يا من يرى مد البعوض جناحها في ظلمة الليل البهيم الأليل. يا من يرى ويرى مناط عروقها في نحرها والمخ من تلك العظام النحل. يا من يرى. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهدي الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أنزلنا عليك الكتاب إلا لتبين لهم الذين اختلفوا فيه وهدى ورحمة لقوم يؤمنون. വേദിയിലെ ആദരണീയ വ്യക്തിത്വങ്ങളെ, പ്രിയങ്കരരായ ശ്രോതാക്കളെ, മണക്കടവ് നിവാസികളെ, സുഹൃത്തുക്കളെ, ആദർശത്തെ അറിയാതെ പോവുകയും തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കപ്പെട്ട കാരണം കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള സഹൃദയരെ, ദ്വിദിന പ്രഭാഷണ പരമ്പരയുടെ രണ്ടാമത്തെ ദിവസമായ ഇന്ന് വളരെ മൗലികങ്ങളായ ഇഹലോകത്തും പരലോകത്തും നമുക്ക് ഉപകാരപ്രദമാകുന്ന ചില കാര്യങ്ങളെ പ്രമാണബദ്ധമായി നോക്കിക്കാണുന്ന ഒരു രീതിയെ ഇസ്ലാഹി പ്രസ്ഥാനം ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ആ മാനദണ്ഡത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. നമ്മുടെ മുമ്പിൽ
ശത്രുക്കളുടെ ഒരു ലോകമല്ല യഥാർത്ഥത്തിലുള്ളത്. കാര്യങ്ങളറിയാതെ പോയ പാവപ്പെട്ട സമൂഹത്തെ സത്യസന്ധമായി ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. വളരെ പ്രൗഢമായ ഒരു ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് ഈ അടുത്ത സമയത്ത് കടന്നു വന്ന ഒരു ചെറുപ്പക്കാരൻ്റെ സ്വാഗത ഭാഷണം നിങ്ങൾ ശ്രദ്ധിക്കുകയില്ല. അത് വളരെ പ്രൗഢമായിരുന്നു എന്ന് നമ്മളെല്ലാം ഒരേപോലെ ഗ്രഹിക്കുകയാണ്. സഹോദരങ്ങളെ, വേദനിക്കുന്ന ഒരു മനസ്സ്, സ്പന്ദിക്കുന്ന ഹൃദയമുള്ളത് കൊണ്ട് തന്നെ വേദനിക്കുന്ന ഒരു മനസ്സ് എന്നോടൊപ്പവും നിങ്ങളോടൊപ്പവും ഉണ്ട്, പല കാരണങ്ങളെ കൊണ്ട്. മതരംഗം കാലുഷ്യത്തിൻ്റെ, സംഘടനാത്മകതയുടെ, പരസ്പരമുള്ള ചലിവാരിയലിയലിൻ്റെ തെറ്റിദ്ധാരണകൾ ആവശ്യമില്ലാതെ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഒക്കെ മേഖലയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ വന്ന് മതത്തെ അറിയുക പ്രമാണങ്ങളിലൂടെ എന്ന വളരെ ശ്രദ്ധേയമായ ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് പോലും ഗ്രഹിക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു വിഷയം അവതരിപ്പിക്കുകയുണ്ടായി. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനമായ ഒരു കാര്യം, വിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്കും ആളുകളെ ക്ഷണിക്കേണ്ടതിന് പകരം മതമൊരു അധരവ്യായാമമായി, അഭ്യാസമായി മാറിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ ഓർക്കുകയായിരുന്നു, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ മതപ്രബോധനം ചെയ്തു. ഈ മണക്കടവ് പ്രദേശത്തെ എന്നെ ശ്രവിക്കുന്ന പ്രിയങ്കരായ നാട്ടുകാരോട് ഞാനൊരു കാര്യം സൂചിപ്പിക്കുകയാണ്. സത്യമല്ലാത്ത ഒന്നും എൻ്റെ നാവുകളിൽ നിന്ന് ഇവിടെ പ്രചരിപ്പിക്കപ്പെടണമെന്ന് ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു കാലത്തും ആഗ്രഹിച്ചിട്ടുമില്ല. അബദ്ധങ്ങൾ സംഭവിച്ചു പോയാൽ, അത് അബദ്ധമാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടാൽ, ഇഹലോകത്തിന് വേണ്ടിയല്ല പരലോകത്തിന് വേണ്ടി തിരുത്താൻ സന്നദ്ധതയുള്ള ഒരു സംഘടനയുടെ മെമ്പറാണ്. അതുകൊണ്ട് തന്നെ മഅ്സൂമിങ്ങളല്ലാത്ത നമ്മുടെ പ്രബോധക സംഘങ്ങളിൽ നിന്ന് അറിയാതെ സംഭവിക്കുന്ന അബദ്ധങ്ങളും തെറ്റുകളും സൂക്ഷ്മമായി വിശകലനം ചെയ്യാത്തതിൻ്റെ പേരിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളും ഒരുപാടുണ്ടാവാം. വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന് ഇസ്ലാമിക ദഅവാ സംഘടനകളുടെ ഒരു അപജയം ഞാൻ മുമ്പും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ഓതുന്നില്ല, പ്രവാചക തിരുമേനിയുടെ വചനങ്ങൾ പറയുന്നില്ല. 40 ക്ലിപ്പിംഗ് ഇട്ട് ആളുകൾ ചിരിച്ച് സന്തോഷിച്ച് ഉസ്താദ് ഉഷാറായി എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകുന്ന ഒരു പ്രവണത ഇന്ന് വർദ്ധിച്ചു വരികയാണ്. പണ്ടേ പുരോഹിതന്മാർ വിശുദ്ധ ഖുർആൻ നോക്കാറില്ല, ഇപ്പൊ തീരെ നോക്കാം. കാരണം എന്താണ്? ഒരായത്ത് 3.5 മണിക്കൂർ 4 മണിക്കൂറൊക്കെയാണ് ക്ലിപ്പിംഗ് ഇടുന്നത്. അത് ആവശ്യമുള്ളിടത്ത് ഇടണം. മുജാഹിദ് പ്രസ്ഥാനം ഇടാറുണ്ട്, ഇന്നൂടും. പക്ഷേ ക്ലിപ്പിങ്ങിന് വേണ്ടി മാത്രം വയലേൽക്കുകയും ക്ലിപ്പിംഗ് ഇടുകയും ചെയ്താലോ അതൊരു സമൂഹത്തിന് ഉപകരിക്കില്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വന്നു. എൻ്റെ ആമുഖത്തിലുള്ള ഈ വാചകമൊക്കെ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുകയും ശ്രദ്ധിക്കുകയും വേണം. പ്രവാചക തിരുമേനി അധാർമികതയുടെ കരാളാസ്തങ്ങളിൽ മുങ്ങി ജീവിച്ചിരുന്ന ഒരു ജനതയിലേക്ക് പ്രവാചകൻ കടന്നു വരുന്നു. പ്രവാചകന്റെ കയ്യിലുണ്ടായിരുന്ന ആയുധം എന്താണ്? പ്രവാചകന്റെ കയ്യിലുള്ള ആയുധം വിശുദ്ധ ഖുർആനാണ്, അതിന്റെ വ്യാഖ്യാനമായ ഹദീസാണ്. ഈ രണ്ടുമാണ് പ്രവാചകൻ അവരെ ഓതി കേൾപ്പിക്കുന്നത്. ഇപ്പൊ ഞാൻ പലപ്പോഴും ചിന്തിച്ചൊരു കാര്യമാണ്, ഇപ്പൊ സമസ്ത എന്ന് പറയുന്ന ഒരു സംഘടന സാക്ഷാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ഞങ്ങളുടേതാണ് എന്ന് പറയുമ്പോൾ അവർക്ക് മറ്റെല്ലാവരെക്കാളുമുള്ള ഒരു ബാധ്യത എന്താണ്? വിശുദ്ധ ഖുർആൻ മറ്റേതൊരു സംഘടനയേക്കാൾ കൂടുതൽ ഉദ്ധരിക്കേണ്ടവരാരാ?
സമസ്തക്കാരാണ്. ഹദീസ് കൂടുതൽ ഉദ്ധരിക്കേണ്ടവരാരാ? കാരണം അഹ്ലി സുന്നത്തി വൽ ജമാഅ ഞങ്ങളാണെന്നും ബാക്കിയുള്ള ആളുകളൊക്കെ ബിദഈ പ്രസ്ഥാനത്തിന്റെ ആളുകളാണെന്നും എന്ന് പറയുന്നവർക്കൊരു ബാധ്യതയില്ലേ? പക്ഷെ എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചവർ പ്രസംഗിക്കാത്തത്? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം ഉദ്ധരിച്ചവർ പ്രസംഗിക്കാത്തത്? എന്നെ പോലെയുള്ള സക്കരിയ സുലായിയെ പോലെയുള്ള കെ.വി. അബ്ദുൽ ലത്തീഫ് മൗലവി പോലെയുള്ള പണ്ഡിതന്മാർ പറയാത്ത, അവരുദ്ദേശിക്കാത്ത, അവർ പറഞ്ഞു വരുന്നതിന്റെ ഇപ്പുറം കട്ട് ചെയ്ത് കേൾപ്പിച്ചിട്ട് അപ്പുറത്തുള്ള ഭാഗം കേൾപ്പിക്കാതെ അവ്യക്തത സൃഷ്ടിച്ചാൽ ഇഹലോകവും നഷ്ടം, പരലോകവും നഷ്ടം. അങ്ങനെ നഷ്ടപ്പെട്ടു പോവുകയാണ് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ എനർജി ഇന്ന് പലപ്പോഴും എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഞാനിവിടെ ഒരിക്കലും ക്ലിപ്പിംഗ് ഇട്ടുകൊണ്ടല്ല ഇവിടെ ആദ്യം സംസാരിച്ചത്, എവിടെയും സംസാരിക്കാറില്ല. എൻ്റെ ജീവിതത്തിൽ തന്നെ 4ാമത്തെ ക്ലിപ്പിങ്ങിന്റെ പരിപാടി ഇങ്ങനെ, ഇത് ഇഷ്ടപ്പെട്ട് ചെയ്യാൻ. പിന്നെ എൻ്റെ ക്ലിപ്പിംഗ് ദൂരവ്യാപകമായി ഇരു സമസ്തയിൽപ്പെട്ട ആളുകളും വമ്പിച്ച തെറ്റിദ്ധാരണയ്ക്ക് വിധേയമാക്കിയപ്പോൾ ഞാൻ എന്താ പറഞ്ഞതെന്ന് അപ്പുറവും ഇപ്പുറവും കേൾക്കാൻ ഒരു സൗഭാഗ്യം ജനങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ, അതിനുവേണ്ടി മാത്രമാണ് നീ സംവിധാനം ഉപയോഗിക്കുക. എന്നാൽ നിങ്ങളെ ഞാൻ അടിസ്ഥാനപരമായി ക്ഷണിക്കുക ഖുർആനിലേക്ക്, സുന്നത്തിലേക്ക്. ഏതൊരു വിഷയത്തെയും ഖുർആൻ ആയത്തുമായും പ്രവാചക തിരുമേനിയുടെ വചനമുണ്ടെങ്കിൽ ആ വചനവുമായും ആ വിഷയത്തിൽ ബന്ധപ്പെടുത്തി തന്നെ നിങ്ങളോട് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് തുടക്കത്തിൽ നിങ്ങളെ ഓതി കേൾപ്പിക്കുകയുണ്ടായി. ഖുർആനിലെ 16-ാം അധ്യായം. പാവങ്ങളായ ജനങ്ങളോടാണ് ഞാൻ പറയുന്നത്, നിങ്ങളൊന്ന് ഓർക്കണം, നമ്മൾ പരലോകം നമുക്കൊരിക്കലും ചോർന്നു പോകാൻ പാടില്ല. അതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ 16-ാം അധ്യായത്തിലെ 64-ാമത്തെ വചനമാണ് ഞാൻ നിങ്ങൾ ഓതി കേൾപ്പിച്ചത്. ഇത് ഞാൻ ഓതി കേൾപ്പിച്ചത് മുജാഹിദുകളുടെ കയ്യിലുള്ള ഖുർആൻ എന്നല്ല, മറിച്ച് കെ.വി. മുഹമ്മദ് മുസ്ലിയാർ കൂട്ടനാടിന്റെ സമസ്തക്കാർ അംഗീകരിക്കുന്ന ഒരു മഹാപണ്ഡിത കേസരിയുടെ വിശുദ്ധ ഖുർആൻ ഫതഹുർ റഹ്മാൻ ഫി തഫ്സീറുൽ ഖുർആൻ എന്ന് പറയുന്ന പരിഭാഷയിൽ നിന്നാണ് ഞാൻ വായിച്ചതും അതിന്റെ വ്യാഖ്യാനവും അർത്ഥവും ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിക്കണം. എന്നിട്ട് നിങ്ങൾ ചിന്തിക്കണം, ജനങ്ങളെല്ലാവരും ചിന്തിക്കണം. വമാ അൻസൽനാ അലൈക്കൽ കിതാബ ഇല്ലാ ലിതുബയ്യിന ലഹുമുല്ലദീന ഇഖ്തലഫൂ ഫീഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, തങ്ങൾ ശരിക്കും നമ്മളൊന്ന് ശ്രദ്ധിക്കണം. മുജാഹിദുകളും സമസ്തക്കാരും തമ്മിൽ അഭിപ്രായ ഭിന്നതയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇവിടുത്തെ ഹൈന്ദവരും മുസ്ലിങ്ങളും തമ്മിൽ അഭിപ്രായ ഭിന്നതയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇവിടുത്തെ ക്രിസ്ത്യാനികളും ഭൗതികവാദികളും തമ്മിൽ അഭിപ്രായ ഭിന്നതകളുണ്ട്, സമസ്തകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്, മുജാഹിദുകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ ഭിന്നത ഉണ്ട്. അല്ലാഹ് പറയാണ്, കേട്ടോളൂ കേട്ടോ, വമാ അൻസൽനാ അലൈക്കൽ കിതാബ, തീർച്ചയായും ഈ കിതാബ് അവതരിപ്പിച്ചത് എന്തിനാണ്? അല്ലാഹ് പറയട്ടെ, ഇത് പഠിക്കണോ പഠിക്കണ്ടേ, ഇത് വിശദീകരിക്കണോ വിശദീകരിക്കണ്ടേ, ഇതിന്റെ അർത്ഥം പഠിക്കാൻ പാടുണ്ടോ പാടില്ലേ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശരിക്ക് പഠിക്കാൻ ഞാൻ സുന്നി പരിഭാഷയിൽ നിന്ന് മുജാഹിദുകൾ പറയണേ അതുപോലെ വകയാണെന്ന് പറയാലോ, അതില്ലാതിരിക്കാൻ നേരിട്ട് ഉദ്ധരിക്കുകയാണ്. തങ്ങൾ ഭിന്നാഭിപ്രായക്കാരായ വിഷയങ്ങൾ ശരിക്കും നോട്ട് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കണം. അവർക്ക് വിവരിച്ചു കൊടുക്കുവാനും വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച എന്തിനാ? മരിച്ചയിടത്ത് യാസീനോദ മാത്രമല്ല, ഞാൻ ആ വിഷയത്തിലേക്കൊക്കെ വരുന്നുണ്ട്. മരിച്ചയിടത്ത് യാസീനോദ അതിനാ അല്ലാഹ് ഖുർആൻ അവതരിപ്പിച്ചും ചിന്തിക്കുന്നവരാണ് മുസ്ലിങ്ങൾ ഭൂരിപക്ഷം. അത് നമ്മൾ വളരെ ഗൗരവമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. തങ്ങൾ ഭിന്നാഭിപ്രായക്കാരായ വിഷയങ്ങൾക്ക് ആ വിഷയങ്ങൾ അവർക്ക് വിവരിച്ചു കൊടുക്കുവാനും സത്യത്തിൽ വിശ്വസിക്കുന്ന ജനതയ്ക്ക് മാർഗദർശനവും ഉണ്ടോ. സത്യം ആരാണോ അന്വേഷിക്കുന്നത് അവർക്കുള്ള മാർഗദർശനം വൈദിമാലയല്ല, അല്ലെങ്കിൽ 7-ാം നൂറ്റാണ്ടിലെ ബുർദത്തുൽ ബുസീരിയല്ല, ഖുർആനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വമാ അൻസൽനാ അലൈക്കൽ കിതാബ ഇല്ലാ ലിതുബയ്യിന ലഹുമുല്ലദീന ഇഖ്തലഫൂ ഫീഹി. അവർ ഭിന്നിച്ച കാര്യത്തിൽ അവർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ, അവർ ഭിന്നിച്ച വിഷയങ്ങളിൽ അവർക്കിടയിൽ ഭിന്നത ഉണ്ട് എന്നാണ് അല്ലാഹ് പറയുന്നത്. ആ ഭിന്നത ഖുർആൻ കൊണ്ട് തീരും, ഖുർആൻ നോക്കിയാൽ തീരും. അപ്പൊ സമസ്തക്കിടയിലുള്ള ഭിന്നത ഖുർആൻ നോക്കിയാൽ തീരും, മുജാഹിദുകൾക്കിടയിലുള്ള ഭിന്നത ഖുർആൻ നോക്കിയാൽ തീരും, അതിന്റെ വ്യാഖ്യാനമായ ഹദീസ് നോക്കിയാൽ തീരും. അത് രണ്ടും നോക്കാൻ നമ്മുടെ സമൂഹം തയ്യാറല്ല. നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. ഇന്നലെ ഒരു മുഖാമുഖം നടന്നു, വേങ്ങരയിൽ വളരെ ഗംഭീരമായ ഒരു മുഖാമുഖം നടന്നു. ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായി സമസ്തയുടെ പ്രതിനിധികൾ പങ്കെടുക്കുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക? ഒരു ഖുർആൻ ആയത്തായിരിക്കും അവർ ആദ്യം തെളിവുദ്ധരിക്കുക, ഉദ്ധരിച്ചില്ല. പിന്നെ നമ്മൾ വിചാരിക്കും ഖുർആനിലെ ഹദീസ് ഉണ്ടാവുമല്ലോ, ഹദീസ് ഉദ്ധരിച്ചില്ല. പിന്നെ നമ്മൾ എന്താ വിചാരിക്കുക? അതിനപ്പുറത്ത് വേറെ ഏതെങ്കിലും സഹാബികളുടെ ഒരു കൗലുണ്ടാവും, അതും ഉദ്ധരിച്ചില്ല. അപ്പൊ നമ്മൾ പാരമ്പര്യം ആലോചിക്കുമ്പോൾ
സ്വാഭാവികമായ ഒരു വിഷയത്തിൽ അഭിപ്രായ ഭിന്നതന്റെ ഏറ്റവും കട്ടൻട്രിയായ തെളിവ് അത് ഒന്നാമത്തെ ഖുർആനിലായിരിക്കും. ആ ഖുർആൻ അവിടെ ഒരൊറ്റ സമസ്തക്കാരനെ ഉദ്ധരിച്ചില്ല. ഖുർആൻ ഒന്നാമത്തെ തെളിവായിട്ട് വിഷയം തന്നെ പറയുന്നത് നബിയുടെ കബറിടത്തിൽ ഉത്തുബി എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നില്ലേ, അയാൾ സ്വപ്നം കണ്ടില്ലേ, മഴ ചോദിച്ചില്ലേ എന്നാണ്. നബിയല്ല, നബി പഠിപ്പിച്ചതല്ല, ഖുർആനിലുള്ളതല്ല, സഹാബികളല്ല, ഏതോ ഒരു മനുഷ്യൻ, അതും ഒരു സ്വപ്നമാണ് തെളിവായി പറഞ്ഞ്. നമുക്കറിയാം ഇമാം ഷാഫി എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രന്ഥമുണ്ട്. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരാണ് അത് എഴുതിയത്. അതിന്റെ അവതാരിക രചിച്ചിട്ടുള്ളതാവട്ടെ ബഹുമാന്യനായ ഖമറുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ആ മനുഷ്യനാണ് എഴുതുന്നതിന്റെ അവതാരിക തന്നെ കാന്തപുരം പറയാണ്, വിശ്വാസ കാര്യങ്ങൾ സ്വീകരിക്കാൻ അല്ലാഹ് അല്ലാത്തവരോട് പ്രാർത്ഥിക്കണോ വേണ്ടേ എന്നുള്ളത് ഒരു കർമ്മപരമായ ചർച്ചയല്ല, മറിച്ച് വിശ്വാസപരമായ ചർച്ചയാണ്. കാന്തപുരം ഉസ്താദ് പറയട്ടോ, ഇമാം ഷാഫിയെ കുറിച്ച് എഴുതുന്ന ബൃഹത്തായ ഒരു ഗ്രന്ഥം, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരാണ് ഗ്രന്ഥം എഴുതുന്നത്. ആ ഗ്രന്ഥത്തിന്റെ മുഖവരയിൽ തന്നെ കാന്തപുരം പറയണെന്ത്, വിശ്വാസപരമായ കാര്യങ്ങൾ സ്വീകരിക്കാൻ ഇസ്ലാമിൽ സ്വപ്നം പ്രമാണമല്ല. സഹാബികളുടെ സ്വപ്നം പോലും ഇസ്ലാമിൽ പ്രമാണമല്ല എന്നാ. അപ്പൊ സഹാബി അല്ലാത്തൊരു മനുഷ്യന്റെ സ്വപ്നം നിങ്ങൾ അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി. കാന്തപുരം ഉസ്താദ് അവതാരിക എഴുതുന്നു, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഗ്രന്ഥം രചിക്കുന്നു, അതിന്റെ മുഖവുരയിൽ തന്നെ പറയുന്നു എന്ത്, സ്വപ്നം വിശ്വാസ കാര്യങ്ങൾക്ക് തെളിവല്ല, സഹാബികളുടേത് പോലും. അപ്പൊ സഹാബികളെ തള്ളിക്കളയാ ചെയ്തത് അല്ല, അതൊരു യാഥാർത്ഥ്യം പറയാ ചെയ്തത്. സഹാബികളുടെ സ്വപ്നം പോലും വിശ്വാസ കാര്യങ്ങൾ സ്വീകരിക്കാൻ ഇസ്ലാമിന് തെളിവല്ല. ഈ വസ്തുത നമ്മൾ മനസ്സിലാക്കുക. അപ്പോ അത് സ്വപ്നാണ് ഉദ്ധരിക്കുന്നത്, ആയത്തല്ല, ഹദീസല്ല. ഇവിടെ അല്ലാഹ് പറയുന്നത് എന്താ, വമാ അൻസൽനാ അലൈക്കൽ കിതാബ, നിങ്ങൾക്കൊരു ഖുർആൻ ഇറക്കി തന്നു. എന്തിനു വേണ്ടിയാണ്? നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാൻ. ആര് പറയുന്നതാണ് ശരി, ആര് പറയുന്നത് തെറ്റാണ്, ഇത് പറയാൻ അല്ലാഹ് ഒരു ഗ്രന്ഥം അവതരിപ്പിച്ചു എന്ന് അല്ലാഹ് പറയാൻ. 16-ാം അധ്യായം 64-ാമത്തെ വചനം. എന്നിട്ട് പടച്ച തമ്പുരാൻ പറയണെന്ത്, വഹുദൻ, മാർഗദർശനവുമാണത്. സത്യവിശ്വാസിയായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കുന്ന, കൃത്യമായി ആലോചിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടി അള്ളാഹു മാർഗദർശനം നൽകിയ ഗ്രന്ഥമായി അവതരിപ്പിച്ചു. അപ്പം വിശുദ്ധ ഖുർആൻ ജനങ്ങൾക്ക് വഴികാട്ടിയാണ്, അതാണല്ലോ മാർഗദർശനം എന്ന് പറയുന്നത്. അതുപോലെ അവർ ഭിന്നിച്ച കാര്യത്തിൽ ശരിയേത് എന്ന് പഠിപ്പിക്കുന്ന ഗ്രന്ഥം എന്നാണ് അല്ലാഹ് പറഞ്ഞത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്നിട്ട് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ, ഇതിനൊരു വ്യാഖ്യാന കുറിപ്പ് കൊടുത്തിട്ടുണ്ട് കൂറ്റനാട്. ഞാൻ നിങ്ങൾ വായിച്ച് കേൾപ്പിച്ചു തരാം. പ്രമാണങ്ങളിൽ നിന്ന് നമ്മൾ ദീന് പഠിക്കണമെന്ന് മനസ്സിലാക്കാനാ പറയുന്നത്. നിഷേധികളുടെ മൂഢജൽപ്പനങ്ങളെയും ബുദ്ധിശൂന്യമായ വിശ്വാസങ്ങളെയും കുറിച്ചാണല്ലോ മുകളിൽ പറഞ്ഞത്. എന്നാൽ അവരുടെ അവിവേകവും അറിവില്ലായ്മയും ചിന്താവിഹീനതയും ഒന്നും ഒരു പുതിയ കാര്യമല്ല. അവ കേട്ട് അത്രയേറെ പരിഭവിക്കേണ്ടതുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. അവരുടെ അത്തരം വാക്കുകൾ കേട്ട് വ്യാകുലപ്പെടണമെന്നില്ലെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിക്കുന്നതാണ് 63-ാമത്തെ വാക്യം. കാരണം മുൻ പ്രവാചകന്മാരുടെ അനുഭവവും ഇത് തന്നെയായിരുന്നു. ലോകത്ത് വിവിധ സമുദായങ്ങൾ വിഭിന്ന ജീവിതാദർശങ്ങൾ വെച്ച് വരുന്നതായിട്ട് കാണാം. ന്യായങ്ങളും തത്വങ്ങളും ആസ്പദമാക്കിക്കൊണ്ട് അവർക്കിടയിൽ ഒരു തീരുമാനം കൽപ്പിക്കേണ്ടതിനാണ് ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത്. കണ്ടോ, ക്രിസ്ത്യാനികൾക്കിടയിൽ, ഹൈന്ദവർക്കിടയിൽ, മുസ്ലിങ്ങൾക്കിടയിൽ ഒക്കെ തീർപ്പ് കൽപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആൻ എന്ന പടച്ചോൻ പറഞ്ഞ്. അത് വെറും മരിച്ചേരെ തോതാനുള്ള ഒരു ഗ്രന്ഥം എന്നുള്ള നിലയിലല്ല ആ ഗ്രന്ഥം. എന്നിട്ട് പറയാണെന്ത്, 64-ാം വചനം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്, അവരുടെ ക്ഷേമൈശ്വര്യങ്ങളും പുരോഗതിയും ഈ വേദത്തെ അനുസരിക്കുന്നതിലാണ് നിലകൊള്ളുന്നതെന്ന് ആ വാക്യം ചൂണ്ടിക്കാണിക്കുന്നു. അതായത് മുസ്ലിം സമുദായത്തിന്റെ ഐശ്വര്യം, മുസ്ലിം സമുദായത്തിന്റെ ആത്മീയ പുരോഗതി, മുസ്ലിം സമുദായത്തിന്റെ എല്ലാ പുരോഗതികളും ആ ഖുർആനിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ഖുർആൻ പഠിച്ചിട്ട് അതിനനുസരിച്ച് ജീവിക്കുക. KV മുഹമ്മദ് മുസ്ലിയാരുടെ പരിഭാഷ 3-ാം വോള്യം 240-ാമത്തെ പേജിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ഇനിയോ, ഖുർആൻ ഈ മഹത്വം ദർശിക്കുവാനും അത് അംഗീകരിക്കുവാനും പക്ഷേ അതിന്റെ അനുയായികൾക്ക് പോലും കഴിയുന്നില്ല. അത് അവരുടെ ചിന്താശൂന്യത കാരണമാണ്. മുസ്ലിങ്ങൾ കണ്ണു തുറക്കുമോ ലോകത്തിന്റെ വിമോചകരാണ് തങ്ങളെന്ന വസ്തുത അവർ സഗൗരവം ചിന്തിക്കാൻ തയ്യാറാകുമോ? നോക്കണേ നിങ്ങള്, വിശുദ്ധ ഖുർആൻ പഠിക്കാതെ മുസ്ലിങ്ങൾ തന്നെ മൂഢന്മാരായി പോയി എന്ന് മുജാഹിദ് പ്രസ്ഥാനം വർഷങ്ങൾക്ക് മുമ്പ് വിളിച്ചു പറഞ്ഞപ്പോ
ഖുർആൻ പഠിക്കേണ്ടതില്ല. നിങ്ങൾ കേട്ടോളി, ഖുർആൻ പഠിക്കരുത്, അർത്ഥം പഠിക്കരുത്. മുജാഹിദുകൾ ആദ്യം അർത്ഥം പഠിക്കണം എന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിയാണ് അർത്ഥം പഠിക്കുന്നത്? നിങ്ങൾ ലോകർക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ജനതയാണ്. കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വൽതകും മിൻകും ഉമ്മത്തും യദഊന ഇലൽ ഖൈർ വകദാലിക ജഅൽനാകും ഉമ്മതൻ വസത. ഖുർആനിലെ 3-ാം അധ്യായം 104-ാമത്തെ വചനം, ഖുർആനിലെ 3-ാം അധ്യായം 110-ാമത്തെ വചനം, ഖുർആനിലെ 2-ാം അധ്യായം വ്യക്തമാണ്. അല്ലാഹു പറയും 143-ാമത്തെ വചനം, നിങ്ങൾ ലോകർക്ക് വേണ്ടിയുള്ള സമുദായമാണ്. നിങ്ങൾ വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത, ഒരു മധ്യമ സമുദായമാണ്. ലോകർ നിങ്ങളെ കണ്ട് പഠിക്കേണ്ടവരെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഖുർആൻ അനുസരിച്ച് ഉത്ബുദ്ധരാകേണ്ടവരാണ്, നിങ്ങൾ പഠിക്കേണ്ടവരാണ്. നോക്കൂ, ഇതാണ് KV മുഹമ്മദ് മുസ്ലിയാർ കൂട്ടനാട് പോലും ഇതിന്റെ വ്യാഖ്യാന കുറിപ്പ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ സമസ്തയിലെ മുൻകാല പണ്ഡിതന്മാരിൽ അഗ്രേശ്വരനായ വാദപ്രതിവാദ വേദിയിൽ മുജാഹിദ് പണ്ഡിതന്മാരുമായി കൊമ്പുകോർത്ത, സമസ്തയുടെ എന്നും ഗർജിക്കുന്ന സിംഹം എന്ന് വിളിക്കപ്പെട്ട EK ഹസൻ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ തഖ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആൻ എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയും, എന്താണ് യഥാർത്ഥത്തിൽ ഇത്? വിശുദ്ധ ഖുർആന്റെ അർത്ഥം പഠിക്കുന്നതിൽ നിന്ന് സഹോദരങ്ങളെ തടയുന്ന ഗ്രന്ഥം എന്ന നിലയിൽ പ്രസിദ്ധീകരിച്ചതാണ് സമസ്തക്കാരെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൽ പറയുന്ന ഒരു പ്രസക്ത ഭാഗം ഖുർആനിന്റെ അർത്ഥങ്ങളും പൊതുജനങ്ങളുമായുള്ള ബന്ധം എന്ന തലക്കെട്ടിൽ ഇതിന്റെ 16-ാമത്തെ പേജിൽ പറയാണ്. EK ഹസൻ മുസ്ലിയാർ പറയാൻ, നിങ്ങൾ ശ്രദ്ധിക്കണം, ഖുർആനിൽ നിന്ന് ഒരായത്തിന്റെയും അർത്ഥം പഠിക്കൽ പൊതുജനങ്ങൾക്ക് നിർബന്ധമില്ല. ജൂതന്മാരല്ല പറയുന്നത്, ക്രിസ്ത്യാനികളല്ല പറയുന്നത്, ലോകത്ത് വേറൊരു മതവിഭാഗമല്ല പറയുന്നത്. ഏതൊരു ജനതയുടെയും ഏതൊരു ലോകത്തിന്റെയും വിമോചനത്തിന് വേണ്ടി ലോകത്തിന്റെ തമ്പുരാൻ അവതരിപ്പിച്ച ഗ്രന്ഥം അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജന്നാസ മിനൽ ളുലുമാത് ഇലൻ നൂർ, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിന്റെ ലോകത്തേക്ക് മനുഷ്യരെ കൈപിടിച്ചുയർത്തുന്ന അല്ലാഹുവിന്റെ ഗ്രന്ഥമെന്ന് നോക്കൂ, 14-ാം അധ്യായം 1-ാമത്തെ വചനം, ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, മാനവരാശിക്ക് മുഴുവനുമുള്ള സത്യാസത്യ വിവേചന ഗ്രന്ഥം. 2-ാം അധ്യായം 185-ാമത്തെ വചനം, അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് മാർഗദർശനമായ ഗ്രന്ഥം. സൂറത്ത് ബഖറ 2-ാം അധ്യായം 1, 2, 3 വചനങ്ങൾ. എത്ര വ്യക്തമാണ്. യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇളത്തും മിർ റബ്ബികും വശിഫാഉൽ ലിമാ ഫി സുദൂർ, ലോകത്തിന്റെ നാഥനിൽ നിന്ന് നിങ്ങൾക്കുള്ള സതുപദേശമാണ് വിശുദ്ധ ഖുർആൻ. 10-ാം അധ്യായം 57-ാമത്തെ വചനം. അങ്ങനെയൊക്കെ അള്ളാഹ് പരിചയപ്പെടുത്തിയ ഒരു ഗ്രന്ഥത്തെ പറ്റി EK ഹസൻ മുസ്ലിയാർ മരിച്ചോലെ കഥ പറയല്ലേ ഞാൻ. അങ്ങനത്തെ ഒരു കാലം കേരളത്തിനുണ്ടായിരുന്നു. നോക്കിക്കോളൂ, ഇന്നും അത് പിൻവലിച്ചിട്ടില്ല, ഇന്നും അതിനെപ്പറ്റി കമാനക്ഷരം വേണ്ടിയിട്ടില്ല. അതങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഖുർആനിൽ നിന്ന് ഒരായത്തിന്റെയും അർത്ഥം പഠിക്കൽ പൊതുജനങ്ങൾക്ക് നിർബന്ധമില്ല. ഓതൽ നിർബന്ധമായത് ഫാത്തിഹ മാത്രമാണ്. എങ്ങനെ? ഓതൽ നിർബന്ധമായത് ഫാത്തിഹ മാത്രമാണ്, അത് അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല. ഫാത്തിഹ പോലും അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല, പ്രത്യേക സുന്നത്തുമില്ല. ഫാത്തിഹയിൽ എന്താ പറയുന്നത്? നേരായ പാതയിൽ ഞങ്ങളെ നയിക്കണേ, പ്രവാചകന്മാരുടെ പാതയിൽ, സിദ്ദീഖുകളുടെ പാതയിൽ, ശുഹദാക്കളുടെ പാതയിൽ. ജൂതന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തരുതേ, അതുപോലെ ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തരുതേ എന്ന് അർത്ഥം പഠിക്കേണ്ടതില്ല. മുസ്ലിയാർ പറഞ്ഞതിന്റെ പൊരുൾ എന്താ? ക്യാൻസറിനുള്ള മരുന്ന്, ക്യാൻസർ മാറും മരുന്ന് കുടിച്ചാല്, പക്ഷെ എന്താ കുടിക്കാൻ പാടില്ല. ഈ മരുന്ന് ക്യാൻസർ രോഗത്തിനുള്ളതാണ്, പക്ഷെ കുടിക്കാൻ പാടില്ല. ഇതായിരുന്നു കേരളത്തിന്റെ ഒരവസ്ഥ. നിങ്ങൾ മനസ്സിലാക്ക്. ഈ അവസ്ഥയിൽ നിന്ന് ഈ സമുദായത്തെ മുജാഹിദ് പ്രസ്ഥാനം രക്ഷപ്പെടുത്തി. ഫാത്തിഹയെ അതിന്റെ അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല, പ്രത്യേക സുന്നത്തുമില്ല. ഇനി കേൾക്കണോ? ഖുർആൻ പരിഭാഷ, അതായത് ഫതുൽ അലീം ഫീ തഫ്സീറുൽ ഖുർആനിൽ അലീം, ഇതാരുടേതാ? എല്ലാ സുന്നിയക്കും അറിയാം. ഇതിന്റെ 2-ാം വാള്യം അബ്ദുറഹ്മാൻ മഖ്ദൂമി തങ്ങളുടെ പരിഭാഷ നേരിട്ട് കൊണ്ടുവന്നതാ. അത് അങ്ങനെയൊന്നും അല്ല, അതുപോലെ ഫോട്ടോസ്റ്റാറ്റാന്നൊക്കെ അത് പറഞ്ഞോളും മുസ്ലിയാക്കന്മാര്, പൊതുജനങ്ങൾ പറയില്ല. അതുകൊണ്ട് ഇതിന്റെ തുടക്കത്തിൽ എന്തിനാണ് ഖുർആൻ ഇറക്കിയത് എന്നതിനെ കുറിച്ച് പറയുന്ന മുഖവുര, ഇതിന്റെ മുഖവുര കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. സുന്നികൾ ഇങ്ങനെയൊക്കെ എഴുതും, യാഥാർത്ഥ്യത്തോട് അടുക്കുമ്പോ അങ്ങനെയാ കേട്ടോ. ഇതിന്റെ
മൂന്നാമത്തെ പാരഗ്രാഫിന്റെ മധ്യഭാഗം. അതിനാൽ ഖുർആൻ വായിച്ചു പഠിച്ച് മനസ്സിലാക്കേണ്ടത് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. എന്താ ഈ കെ മുസ്ലിയാർ പറഞ്ഞ്? ഓതൽ എന്നെ ഫാത്തിഹ മതി, അത് നിർബന്ധമില്ല, പ്രത്യേകം സുന്നത്തുമില്ല അർത്ഥം പഠിക്കലെന്നാ. അപ്പൊ ഇവരാരിൽ നിന്ന് ദീന് പഠിക്കുന്നു? അപ്പൊ ഖുർആൻ എന്തിനാണ്? ഇതാണ് പോയിന്റ്. അല്ലാതെ എന്റെ ക്ലിപ്പിംഗ് ഇട്ടിട്ട് അടിപ്പാവാട മോനെ ഒന്നുകൂടി എന്ത് സക്കാഫിമാർക്ക് എന്തൊരാവേശം! അടിപ്പാവാട കേട്ടപ്പോ സക്കാഫിമാർക്കുള്ള ഒരു ആവേശം, സുബ്ഹാനല്ലാഹ്. ആലോചിച്ചു നോക്ക്, എന്താ പുകില് ആയത്തോതിൽ. നിങ്ങൾ കേട്ടോ, ഞാൻ ഒന്നുകൂടി വായിച്ചു തരാം. അതിനാൽ ഖുർആൻ വായിച്ച് പഠിച്ചു മനസ്സിലാക്കേണ്ടത്, ഖുർആൻ വായിച്ച് പഠിച്ച് മനസ്സിലാക്കേണ്ടത് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. പൊതുജനങ്ങൾക്ക് നിർബന്ധമല്ല, സുന്നത്തുമില്ല. ഇത് ഈ കെ മുസ്ലിയാർ. ഇവിടെയോ പൊന്നാനി അബ്ദുറഹ്മാൻ മഖ്ദൂമി തങ്ങള് പറയണത് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. ഈ ബാധ്യത നാം നിറവേറ്റുകയും വിശുദ്ധ ഖുർആനിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കും നബിയുടെ ചര്യക്കും അനുസൃതമായി നാം ജീവിക്കുകയും ചെയ്താൽ, കേട്ടോളി, ഈ ഖുർആനിന്റെ താല്പര്യമനുസരിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ചര്യ അനുസരിച്ചും നാം ജീവിച്ചാൽ, എന്നിട്ടോ പ്രപഞ്ചത്തിലെ, ഇനി മുജാഹിദ് പ്രസ്ഥാനം പറയുന്നതിന്റെ കുട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്ക്. പ്രപഞ്ചത്തിലെ ഏറ്റവും ഉൾക്കിട്ട സമൂഹമായി വളരാൻ നമുക്ക് കഴിയും. പ്രപഞ്ചത്തിലെ ഏറ്റവും ഉൾക്കിട്ട ജനതയാവാനുള്ള മാർഗം എന്താ? ഇത് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞപ്പോ ഖുർആൻ ക്ലാസ്സിലാക്കുക എന്ന് പറഞ്ഞ് ഒരു കിതാബ് എന്റെ മലയാളത്തിൽ എഴുതി. ജൂതൻ എഴുതിയ കിതാബല്ല, ക്രിസ്ത്യാനി എഴുതിയ കിതാബല്ല, ഒരു മുസ്ലിം പണ്ഡിതനാണ് എഴുതുന്നത്. അതും വാദപ്രതിവാദത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഗർജിക്കുന്ന സിംഹം എന്നൊക്കെ പറഞ്ഞിട്ട് AP അബ്ദുൽ ഖാദർ മൗലവിയൊക്കെ ആയിട്ട് സംവാദം നടത്തിയ ഒരു പണ്ഡിത കേസരിയുടെ പതനകഥയാണ് പറയുന്നത്. ഇനി നോക്കിക്കോളൂ, അയാൾ അതപ്പതിച്ച മനുഷ്യനാണോ അല്ലേന്ന് പൊന്നാനി അബ്ദുറഹ്മാൻ മഖ്ദൂമി തങ്ങൾ തുടർന്ന് പറയട്ടെ. എന്നിട്ട് അദ്ദേഹം പറയാൻ, ഈ കാര്യത്തിൽ വീഴ്ച സംഭവിച്ചാൽ പ്രപഞ്ചത്തിലെ ഏറ്റവും നികൃഷ്ട ജീവികളായി നാം അതപ്പതിക്കുകയും ചെയ്യും. നികൃഷ്ട ജീവികളെ ആരെ? ഖുർആൻ അർത്ഥം പഠിക്കാത്ത, വ്യാഖ്യാനം പഠിക്കാത്ത, അതനുസരിച്ച് ജീവിക്കാത്തവൻ പ്രപഞ്ചത്തിലെ ഏറ്റവും നികൃഷ്ടനായി തീരും. ആലോചിച്ചു നോക്ക്. ഇതാണ് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ സുന്നി പരിഭാഷ മാത്രം വായിച്ച് തീർത്തോ. 2 മാസം നിങ്ങൾ നിയ്യത്തെടുത്ത് സുന്നി പരിഭാഷ മാത്രം വായിച്ചാൽ ഞങ്ങൾ മുജാഹിദാവും. ഞങ്ങളത് വായിക്കാൻ ഇപ്പൊ പറയുന്നില്ല നിങ്ങളോട്, എന്നിട്ട് വായിച്ചാൽ മതി. നിങ്ങൾ സമസ്തക്കാരുടെ പരിഭാഷയുടെ ആമുഖെങ്കിലും നിങ്ങളൊന്ന് വായിക്കോ. പൊതുജനങ്ങളെ, സുഹൃത്തുക്കളെ, നിങ്ങളോട് ഇത് പറയും, നിങ്ങൾ ഒരു പാട്ടപ്പിരിവ് ഞങ്ങൾ തരില്ല. ഒരു 10 യാസീൻ ഓതിയിട്ട് നിങ്ങളെ പോക്കറ്റ് ഞങ്ങൾ എന്തായാലും ഞങ്ങളെ പോക്കറ്റിലാക്കൂല. അത് നിങ്ങൾക്ക് ഞങ്ങളെ കുറിച്ച് നല്ല ഉറപ്പാ, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, നിങ്ങൾക്ക് നന്നായിട്ട് ആ കാര്യം അറിയാം. ഞങ്ങൾ അതൊന്നും ചെയ്യില്ല. ഞങ്ങൾ പറയണമെന്ന് ശ്രദ്ധിച്ചിട്ട് അതൊന്ന് പഠിച്ചു നോക്കി. ആ പഠിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാവും. ഇനി ഇതിലേറെ അത്ഭുതകരമായൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വന്നിട്ട് ഖുർആൻ ഓതുകയാണ്. ഖുർആൻ ഇങ്ങോട്ട് ചെല്ലുന്നിടത്തും നോക്കുന്നിടത്തും ഒക്കെ അള്ളാന്റെ റസൂൽ ഖുർആൻ ഓതിയിട്ട് മക്കാ മുശ്രിക്കുകൾക്ക് സ്വസ്ഥതയില്ലാതായി. കേട്ടോളിട്ടോ, ക്ലിപ്പിംഗ് ഇട്ടിട്ട് സ്വസ്ഥതയില്ലാതായതല്ല, ആയത്ത് കേട്ടിട്ട് സ്വസ്ഥതയില്ലാതായി. വിശുദ്ധ ഖുർആൻ എവിടെ നോക്കിയാലും റസൂൽ ഓതുക, അങ്ങാടിയിൽ ഓതുക, റസൂൽ വയല് പറയാ, വീട്ടിലോതുക, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഓതുക, എല്ലാ സഹാബികളും ഓതുക, അങ്ങാടികളിൽ ഓതുക, അടിയുണ്ടാക്കുക, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു സ്വന്തം സഹോദരിയെ പിടിച്ചിടിക്കുക. ഒക്കെ എന്തിനായിരുന്നു? മൊയ്തീമാല ചൊല്ലിയതിന്റെ പേരിലല്ല, വിശുദ്ധ ഖുർആൻ ഓതിയതിന്റെ പേരിൽ. അങ്ങനെ ഒരു അവകാശവാദം നമുക്കുണ്ടോ? അങ്ങനെ ഒരു അവസ്ഥ നമുക്കുണ്ടോ? ഖുർആൻ നിരന്തരമായി ഓതുന്ന നിങ്ങൾ ഇവിടെ വന്ന മുസ്ലിയാക്കന്മാർ, 2 ടീമിന്റെ മുസ്ലിയാക്കന്മാർ വന്നല്ലോ, ഒരായത്ത് പൂർത്തീകരിച്ച് ഓതിയോ? നിങ്ങൾ പരിശോധിക്കണം, ഇനി അങ്ങോട്ട് പരിശോധിക്കണം. നാളെ ഒരു പക്ഷേ ഏതെങ്കിലുമൊക്കെ കുരുട്ടുബുദ്ധിയുള്ളവന് ഇനിയും ക്ലിപ്പിംഗ് ആയിട്ട് മുസ്ലിയാക്കന്മാരെ കൊണ്ടുവരാൻ തോന്നും. ഞാൻ പറഞ്ഞോണ്ട് ചിലപ്പോൾ അയാൾ കഷ്ടപ്പെട്ടൊരായത്തൊക്കെ മനപ്പാടാക്കി പറഞ്ഞു തരും, അതിൽ സംശയമൊന്നുമില്ല, വാശിക്ക്. പക്ഷെ പൊതുവെ ഞങ്ങൾ സുന്നികളുടെ ഈ അടുത്ത കാലത്തെ ഈ ഒരു 2 കൊല്ലത്തെ മുഴുവൻ ഏറ്റവും വലിയ നേതാവ് മുതൽ താഴേക്കിടയുള്ളവൻ വരെ കേസറ്റ് കേട്ടോക്ക് 10 ആയത്ത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു സൗഭാഗ്യങ്ങൾ ഉസ്താദുമാർ നിങ്ങൾക്ക് കിട്ടാതെ പോയി. അത് കിട്ടിയ നിങ്ങൾക്ക് ഞങ്ങൾ എഴുതുന്ന. എന്നിട്ട് എനിക്ക് അത്ഭുതം തോന്നിയ കാര്യം എന്തറിയോ? വിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ച് 2.5 മണിക്കൂർ നടത്തിയ പ്രസംഗത്തിലെ നല്ല ഭാഗങ്ങൾ കേട്ടു പഠിക്കുകയല്ല, പേരോട് പറയണെന്ത്, സുന്നികളെ കേസറ്റ് കേട്ടിട്ട് മുജാഹിദുകൾ പഠിക്കുകയല്ല, അതിലേതെങ്കിലും ഒരു ഭാഗം കട്ട് ചെയ്ത് ക്ലിപ്പിംഗ് ഇടുകയാണ്. ആ പണി ആരാ ചെയ്യുന്നത്? ആ പണി യഥാർത്ഥത്തിൽ ലോകത്ത് ചെയ്യുന്നത് ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വന്നു. എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം പറയട്ടെ. അബൂജഹലും കൂട്ടരും നബീനെ കൊണ്ട് തോറ്റതെപ്പോഴാ?
ആയത്ത് ഇങ്ങനെ ഓതിക്കേട്ടപ്പോ വലിയ വലിയ ഖുറൈശി രാജാക്കന്മാർ, പ്രമാണിമാർ ആ ഖുർആനിൽ ആകൃഷ്ടരാവുക. അബൂജഹലും അബൂലഹബും അബൂ സുഫിയാനും ഒക്കെ തീരുമാനം എടുക്കുക ഖുർആൻ കേൾക്കാൻ പോകരുത്. എന്നിട്ട് അവര് തന്നെ അന്ന് രാത്രി നബിയുടെ വീടിന്റെ ചുറ്റിലും ഒളിച്ചെന്ന് കേൾക്കുക. അതാണ് ഖുർആന്റെ വശ്യത. അത് ഓതിക്കൊടുക്കാൻ നമുക്ക് കഴിയോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈമാൻ വർദ്ധിക്കുന്ന അല്ല പറഞ്ഞു, ആയത്ത് ഓതിക്കൊടുത്ത ഈമാൻ വർദ്ധിക്കും. ഒരു യഥാർത്ഥ മുഅ്മിനിന്റെ മുമ്പിൽ നിങ്ങൾ ആയത്താണ് ഓതിക്കൊടുക്കേണ്ടത്. ക്ലിപ്പിംഗ് ഇട്ട് തോൽപ്പിക്കല്ല വേണ്ടത്. ക്ലിപ്പിംഗ് എപ്പോ ഇടണം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. എന്തിനിടണം, എങ്ങനെ ഇടണം, ആ സത്യവുമായി അതിന് എത്ര ബന്ധമുണ്ട്, അസത്യം പ്രചരിപ്പിക്കാനാണോ ഇടേണ്ടത്, അല്ല ഖുർആനും സുന്നത്തും അറിയുന്നത് കൂടുതൽ ശരിയാണെന്ന് പഠിപ്പിക്കാൻ ഒരു ഭൗതിക സംവിധാനത്തിലൂടെ കൂടുതൽ തെളിവ് കൊടുക്കണോ വേണ്ടത്? പരിശോധിക്കുകയും പഠിക്കുകയും നന്നാകുകയും ചെയ്യുക. ആയുസ് എപ്പോഴും നഷ്ടപ്പെട്ടു പോകും. എൻ്റെ വീടിന്റെ തൊട്ടടുത്ത് ഇന്നലെ എൻ്റെ ഒരു മുസ്ലിം സഹോദരന്റെ മകൻ ആക്സിഡന്റിൽ മരിച്ചു. ഇന്നലെ രാവിലെ കണ്ടതാ, ഇന്നിപ്പം അവിടെ കൊണ്ടുപോയി കത്തിച്ചു കളഞ്ഞു. ഞാൻ പറയുന്നത്, മനുഷ്യന്റെ ജീവിത എളുപ്പത്തിൽ നിന്ന് ഈ ലോകത്തുനിന്ന് വിട പറയേണ്ടി വരും. എല്ലാവർക്കും ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു കൊണ്ടി വരും. ആ വിട പറയുന്നതിന് മുമ്പ് ചിലതൊക്കെ നമ്മളൊന്ന് ഗൗരവമായി, ഇതൊക്കെ മുജാഹിദുകൾ പറയുന്നതിൽ ശരിയില്ലേ എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് മാറിപ്പോ. മുജാഹിദാകാനല്ല പറയുന്നത്. നിന്റെ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരുന്ന് നീ നിന്റെ പണ്ഡിതന്മാർക്ക് ഖുർആൻ പരിഭാഷെങ്കിലും ഒന്ന് മിനിമം വായിക്ക്. അപ്പം നിനക്ക് ഒരുപാട് കാര്യങ്ങളിൽ മുജാഹിദ് പണ്ഡിതനാ ഇയാള് മുജാഹിദ് പണ്ഡിതനാ, നമ്മുടെ നേതാവല്ലേ എന്നിങ്ങനെ മനസ്സുകളോട് പറയും. ഇയാള് വഹാബിയാണ്, ഇയാള് വഹാബിയാണ്, ഇയാള് വഹാബിയാണ്, ഇയാള് സമസ്തക്കാരനല്ല എന്നിങ്ങൾ മനസ്സിങ്ങനെ മന്ത്രിക്കും. അങ്ങനെങ്കിലും നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ രക്ഷപ്പെടാനാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാള് മുഅ്മിനല്ലാത്തൊരവസ്ഥയിലും മരിക്കരുത് എന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ് പറയുന്നത്. കുഫറിലും ശിർക്കിലുമായി ഞാനും നിങ്ങളും മരിച്ചു പോകരുത് എന്ന സ്നേഹമുള്ളത് കൊണ്ടാണ് പറയുന്നത്. ഇനി ഖുർആനിലൊരു വചനം കേട്ടോളൂ നിങ്ങൾ. വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? അത് ഞാൻ ഇതേ പരിഭാഷയിൽ നിങ്ങൾ കേൾപ്പിക്കാൻ. ഇതേ പരിഭാഷയിൽ നിന്ന് 39-ാം അധ്യായം സൂറത്ത് സുമറിൽ നല്ല മനുഷ്യരുടെ ലക്ഷണം പറയുന്നുണ്ട് പടച്ച തമ്പുരാൻ. നല്ല മനുഷ്യരുടെ ലക്ഷണം അതെന്താണ്? അത് നമുക്കുണ്ടോ? അത് മുജാഹിദിനുണ്ടോ എന്ന് മുജാഹിദ പരിശോധിക്കേണ്ടത്, സമസ്തക്കാർക്കുണ്ടോ എന്ന് സമസ്തക്കാരെ പരിശോധിക്കേണ്ടത്. കേട്ടോ, എന്താണത്? ആ കാര്യമാണ് നമ്മളൊന്ന് പഠിക്കേണ്ടത്. വബശിർ ഇബാദ്, നബിയെ എന്റെ അടിമകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക പ്രവാചക. കണ്ടോ, അല്ല എത്ര ഓമനത്വത്തോടു കൂടി പറയാൻ. നബിയെ എന്റെ അടിമകൾക്ക്, എന്റെ ഇഷ്ടദാസന്മാർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക പ്രവാചക. എന്തിനെ പറ്റിയാണ് സന്തോഷ വാർത്ത അറിയിക്കേണ്ടത്? അല്ലദീന യസ്തമിഊനൽ ഖൗല, വാക്കുകൾ ശ്രദ്ധിച്ചു കേട്ട് പഠിക്കുന്ന ആളുകൾ. ഒരു പ്രസംഗം 2 മണിക്കൂറുള്ള ഒരു പ്രസംഗം കേട്ടിട്ട് അല്ല പറയാണെന്ത്? ഫയത്തബിഊന അഹ്സനഹു, അതിലേറ്റവും നല്ലത് പിൻപറ്റി. അല്ല ഖുർആനിലൂടെ കൽപ്പിക്കുന്ന എന്താ? പേരോടിന്റെ ഒരു കേസറ്റ് കേട്ടാൽ അതിലെ ചീത്ത എടുക്കാനല്ല, നല്ലത്, നല്ല അഖീദാപരമായി പിഴവുണ്ടോ അതെടുക്കുക. അതായത് ഇപ്പൊ പേരോട് ഉസ്താദിന്റെ ഒരു പ്രസംഗത്തിൽ ഖുർആനും സുന്നത്തിനും ഒരു കാര്യം പറഞ്ഞാൽ അത് ജനങ്ങൾ കേൾപ്പിക്കുക. എന്റെ ഒരു പ്രസംഗത്തിൽ ഖുർആനും സുന്നത്തിന് എതിർ പറഞ്ഞാൽ അത് കേൾപ്പിക്കുക. നേരെ മറിച്ച് എവിടെയെങ്കിലും വന്നൊരു ചെറിയ വാചകത്തിന്റെ തകരാറെടുത്തിട്ട് ആ ആളെ ഇല്ലാതാക്കാനുള്ള ശ്രമം ആദർശ പോരാട്ടത്തിന്റെ ചരിത്രത്തിൽ ഒരാൾക്ക് പാടില്ലാത്തതാണ്. ആയുധങ്ങൾ ഏറ്റുമുട്ടേണ്ട അങ്കത്തട്ടിൽ വെറും കൈകൊണ്ടല്ല ഏറ്റുമുട്ടേണ്ടത്, ആയുധമാണ്. ഇടത് മാറി വലത് മാറി മാറിക്കെട്ടി വലിഞ്ഞമർന്ന് അങ്കത്തട്ടിൽ ചേകവന്മാരായി പോരാടുമ്പോ ആദർശത്തിന് മൂർച്ചയില്ലാതെ പോകരുത്. ഇരുതല മൂർച്ചയുള്ള ആയുധമായ ഖുർആനുണ്ട് ഞങ്ങളുടെ കൈകളിൽ. നിങ്ങൾ മനസ്സിലാക്കണം. ആ ഖുർആൻ പറയുന്നത് എന്താ? എന്റെ അടിമകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക പ്രവാചക. മുസ്ലിം സമുദായം ഇത് ഓർക്കണം. എന്നിട്ട് അല്ല പറയുന്നത് എന്താ? അല്ലദീന യത്തബിയൂന, അവർ ഏറ്റവും നല്ലത് പിൻപറ്റുന്ന. യസ്തബിയൂനൽ ഖൗല, വാക്കുകളിൽ ഏറ്റവും നല്ലത്. ചീത്ത എടുക്കുന്നല്ലത് പറയുന്നത്. ഒരു പ്രസംഗട്ടായില്ല നല്ലത്, അതിലെ നല്ല കാര്യങ്ങൾ, അതിൽ നിന്ന് അത് നോട്ട് ചെയ്ത് അത് പഠിക്കുക, അത് മനസ്സിലാക്കുക. എന്നിട്ട് അല്ല പറയണത് അറിയോ? ഉലായികല്ലദീന ഹദാഹുമുല്ലാഹ് ഉലായികഹും ഉലുൽ അൽബാബ്, അവരാണ് അല്ല ഹിദായത്ത് കൊടുക്കുന്നവര്. അല്ല ആർക്കാ ഹിദായത്ത് കൊടുക്കുക? കേട്ടിട്ട് ഏറ്റവും ചീത്ത ഒരു വാക്ക് എന്തുണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരക്ഷരം അത് നോക്കിയെടുക്കുകയല്ല, നല്ലത് മുഴുവനും വിടുക. ഇതെന്തൊരു കഷ്ടമാണ്. ഒരു പ്രസംഗത്തിന്റെ എല്ലാ നല്ല ഭാഗങ്ങളും മാത്രമല്ല, ഒരു സുന്നി പണ്ഡിതന്റെ പ്രസംഗം കേൾക്കുന്ന പോലെ അല്ല ഒരു മുജാഹിദ് പണ്ഡിതന്റെ. എത്ര ആയത്ത് കിട്ടും നിങ്ങൾക്ക് കയ്യിൽ നിന്ന്, എന്തൊക്കെ ഉപദേശങ്ങളിൽ ഉണ്ടാവും, എത്ര ഹദീസുകൾ ഉണ്ടാവും, ഇരുത്തി ചിന്തിപ്പിക്കുന്ന എത്ര പോയിന്റുകൾ ഉണ്ടാവും. അതൊന്നും എടുക്കാതെ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരുന്നിട്ട് കളവ് കാണിക്കുക. അപ്പൊ ഒരു കാര്യം ഓർക്കണം, ജനങ്ങൾ അറിഞ്ഞോളണമെന്നില്ല. മലിക്കുൽ ജബ്ബാറായ റബ്ബ് നിന്നെ നോട്ട് ചെയ്തിട്ടുണ്ടോ? അള്ളാന്റെ മലക്കുകൾ നിന്നെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. തെമ്മാടിയിൽ നിന്നെ കുറിച്ച് താന്തോന്നിന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതൊരു മുജാഹിദിന് വരരുത്, അതൊരു സുന്നിക്ക് വരരുത്, ഒരു സമസ്തക്കാരന് വരരുത്.
കിറാമൻ കാത്തിബീൻ യഅലമൂന മാ തഫഅലൂൻ. നിങ്ങൾ പ്രവർത്തിക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും മാന്യന്മാരായ മലക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. 82-ാം അധ്യായം അല്ലാഹ് പറയാ, അതാണ് മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഒറ്റ വാക്കുകൾ ഉച്ചരിക്കുന്നില്ല, സകലവും അല്ലാഹ് റെക്കോർഡ് ചെയ്തിട്ടല്ലാതെ. 50-ാം അധ്യായം സൂറത്ത് ഖാഫ് 16 മുതൽ 20 വരെയുള്ള വചനം വായിച്ചു നോക്ക്. അപ്പൊ എന്താ പ്രശ്നം? ഒരു ക്ലിപ്പിംഗ് കട്ട് ചെയ്യുന്നവനറിയാലോ ശരിക്കും നേരെ വിപരീതമാണ്. അങ്ങനെയല്ല, അങ്ങനെ കേൾപ്പിച്ചാൽ അവ്യക്തത ഉണ്ട്, എന്നിട്ടും പറ്റിക്കുക. അപ്പൊ അള്ളാൻ അവർക്ക് പേടിയുണ്ടോ? നിങ്ങൾ ചിന്തിക്ക്. പടച്ച തമ്പുരാൻ അവർ പേടിക്കുന്നുണ്ടോ? പരലോകത്തെ അവർ പേടിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ചെയ്യോ? എന്റെ റബ്ബെന്നെ കാണുന്നുണ്ട്. മഹ്ശറ വൻസഭയിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ വരുന്ന മഹ്ശറയിൽ അള്ളാഹു എന്നെ പിടികൂടും. പടച്ച തമ്പുരാൻ എന്നെ വിചാരണ ചെയ്യും, എന്റെ റബ്ബ് എന്നെ വിചാരണ ചെയ്യും. ഈ ഒരു ബോധം ഉണ്ടാകണം. എന്തൊക്കെ തട്ടിപ്പാ കാണിക്കുന്നറിയോ? നിങ്ങൾ ഞെട്ടിപ്പോവും. ഞാൻ ക്ലിപ്പിംഗ് കാണിക്കുമ്പോ ബേജാറായി പോകും. നമ്മള് ആ ജാതി തരികിടയാണ് എല്ലാ സ്ഥലത്തും അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഓതി കൊടുക്കണം മുജാഹിദുകൾ ചെയ്യുന്നത്. ഞങ്ങൾ ആദ്യം ചെയ്തതാണല്ലോ. ഞങ്ങൾ ക്ലിപ്പിംഗ് ആയിട്ടല്ല വന്നത്. ഇവിടെ എത്രയോ പരിപാടി നടന്നു, 6-7 പരിപാടികൾ മുജാഹിദുകൾ. ഞങ്ങളൊന്നും ക്ലിപ്പിംഗ് ഇട്ടില്ല. എന്തുകൊണ്ട്? ആയത്തും ഹദീസും എന്നത് ക്ലിപ്പിങ്ങിന്റെ 100 ഇരട്ടി വമ്പൻ. പിന്നെ എന്തിനാ ഇത്? പ്രവാചകന്മാരും ഉപയോഗിച്ചിട്ടില്ലേ ഇത്? ഇത് ഉപയോഗിക്കുന്നത് പോലെ എന്തിനാണ്? ഖുർആനും സുന്നത്തിനും അനുഭവമായ ആദർശം പഠിപ്പിക്കാനായിരിക്കണം. അപ്പൊ മുജാഹിദ് പ്രസ്ഥാനം ക്ലിപ്പിംഗ് ഇട്ടത് എപ്പോഴാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് പ്രാർത്ഥിക്കാറുണ്ട് സമസ്തക്കാരെന്ന് പറഞ്ഞപ്പോ സാധാരണക്കാരായ നല്ലൊരു വിഭാഗം ആളുകൾ പറഞ്ഞു, അങ്ങനൊന്നും ഉണ്ടാകാൻ തരില്ല. അപ്പൊ മുസ്ലിയാക്കന്മാർ റസൂലിനോട് നേരിട്ട് പ്രാർത്ഥിക്കുന്ന സ്ക്രീനിലിട്ട് കാണിച്ചു. അതൊരു വ്യക്തിയെ കൈത്തലല്ല, ഒരാദർശത്തിൽ അവർക്ക് സംഭവിച്ച ന്യൂനത കാണിക്കല. നേരെ മറിച്ച് അടിപ്പാവാടാന്നുള്ള ക്ലിപ്പിങ്ങോ, കുട്ടികളെ ഞെരിച്ചുവെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നുള്ള കള്ളത്തരോ, അതൊന്നും ഒരു ആദർശം അതുകൊണ്ട് കിട്ടുമല്ലോ. അതുകൊണ്ട് കുനൂത്ത് ബിദ്അത്തോ സുന്നത്തോ അതുകൊണ്ട് കിട്ടുമോ? അടിപ്പാവാട പറഞ്ഞാൽ ഇസ്തിഗാസ അനുവദനീയാണോ അല്ലേ എന്നുള്ളത് അടിപ്പാവാട പറഞ്ഞാൽ കിട്ടുമോ? നിങ്ങൾ അങ്ങനെ ചിന്തിക്ക്. ഞങ്ങളിടുന്ന ക്ലിപ്പിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. അതിലൊരു ആശയം ഉണ്ടാവും, ഒരു പോയിന്റ് ഉണ്ടാവും, ഒരു ആയത്തിന്റെ ആശയം ഉണ്ടാവും, ഒരു ഹദീസിന്റെ ആശയം ഉണ്ടാവും. അങ്ങനെ എന്താ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ്? ഇത് ഞാൻ സാധാരണക്കാർ പറയുന്നതോ, നിങ്ങളുടെ പണ്ഡിതന്മാർക്ക് വിവരമില്ലാത്തതുകൊണ്ട്. നിങ്ങൾ വിവരമുള്ളവരാണ്. ഓൽക്കായിരുന്നു അത് ഉണ്ടാകേണ്ട, ഓൽക്ക് അതില്ല. അതുകൊണ്ടുള്ള ജനങ്ങളോട്, പൊതുജനങ്ങളോട് നിങ്ങൾ പറയണു, ഉസ്താദേ ഈ പറ്റിക്കലും പൊറാട്ട് നാടകമൊക്കെ ഇനിയുള്ള കാലം നടക്കുകയില്ല. നിങ്ങളൊരു 10 ആയത്ത് ഓതിയിട്ടൊരു വയലറി ഒരായത്ത് ഉദ്ധരിച്ചിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹിന്റെ റസൂലിനോട് പ്രാർത്ഥിക്കാം എന്ന് നിങ്ങൾ ആയത്ത് ഉദ്ധരിച്ച് വിശദീകരിക്കുക, ഹദീസ് ഉദ്ധരിച്ച് വിശദീകരിക്കുക. അങ്ങനെ ഒരു മണിക്കൂർ ഒറ്റ സക്കാഫിനെയും കിട്ടൂലേ നിങ്ങൾ? കാരണം വല്ല ആയത്തും മനപ്പാടുണ്ടായിരുന്നെങ്കിൽ ക്ലിപ്പിംഗ് ഇട്ടിട്ട് അത് മറന്നുപോയി. സത്യമായിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഓതാൻ കഴിയില്ല. ഓതി തുടങ്ങുമ്പോൾ തന്നെ നിന്നുക. ഈ ജാതി ഏർപ്പെടാൻ ആളുകൾക്ക്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ നോക്ക്, ഇതിന്റെ പരിഭാഷയിൽ പറയാൻ 1008-ാമത്തെ പേജ്. അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അവനെ മാത്രം അവലംബിച്ച് ജീവിക്കുന്നവർക്ക് എല്ലാ നിലക്കും സന്തോഷ വാർത്ത ഉണ്ടായിരിക്കുകയും വാക്കുകൾ കേട്ട് അവയിൽ നല്ലതും മാത്രം സ്വീകരിക്കുന്ന അവർ സന്മാർഗം പ്രാപിച്ചവരും ബുദ്ധിമാന്മാരുമാണ്. അപ്പൊ ബുദ്ധിമാന്മാരുടെ ലക്ഷണം കേസറ്റിലെ കൊള്ളരുതായ്മ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എടുക്കുന്നതല്ല, അതിൽ നല്ലത് പിൻപറ്റി ജീവിക്കാനാ അള്ളാഹ് പറഞ്ഞു. ഇത് അള്ളാന്റെ ഖുർആനിലെ 39-ാം അധ്യായം 39-ാം അധ്യായത്തിലെ 17-18 വാചകങ്ങളിൽ പറയുന്നത്. വഖാലല്ലദീന കഫറു ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ. ഖുർആനിലെ 41-ാം അധ്യായം 26-ാമത്തെ വചനമാണ്. എന്താ ഇതിനർത്ഥം എന്നറിയോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും ഖുർആൻ ഓതിയപ്പോ, വിശുദ്ധ ഖുർആൻ ഓതിയപ്പോ ശത്രുക്കളായ ആളുകൾ അബൂജഹലും കൂട്ടരും കൂക്കിക്കോളിയടാ, ബഹളുണ്ടാക്കിക്കോളി, എന്നാ അങ്ങക്ക് ജയിക്കാന്നാ. അപ്പൊ മുസ്ലിങ്ങൾ ജയിച്ചത് ഏത് കാലഘട്ടത്തിൽ? എന്തുകൊണ്ടാണ്? ആയത്ത് കൊണ്ടാണ്, ഹദീസ് കൊണ്ടാണ്. അതാണ് മക്കാ മുശ്രിക്കുകൾക്ക് തൊന്തരവുണ്ടാക്കി. നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തെ എതിർത്തോളൂ, ആയത്ത് ഉദ്ധരിച്ചിട്ട്, ഹദീസ് ഉദ്ധരിച്ചിട്ട്, അതിന് സെലഫുകൾ പറഞ്ഞ വഴി ഉദ്ധരിച്ചിട്ട്. ഞങ്ങൾ കണ്ടിക്കുക. ഇപ്പൊ ഇവിടെ തന്നെ ഒരേ സ്റ്റേജിൽ 2 കൂട്ടരും കൂടി തീരുമാനിച്ചോളൂ. നിങ്ങൾ മാർച്ച് കഴിഞ്ഞിട്ട് ഏപ്രില്, അതായത് സുന്നികളായ പണ്ഡിതന്മാർ 5 പേര് 5 ദിവസം, 5 മുജാഹിദ് പണ്ഡിതന്മാര് 5 സബ്ജക്റ്റുകള്, 5 സബ്ജക്റ്റുകള് 2 ടീം കൂടെ ഒന്നിച്ച് ചെലവെടുക്കുക, ഒന്നിച്ച് പെർമിഷൻ എടുക്കുക, ഒന്നിട്ട് കസേരടുക, ഒന്നിച്ച് കേൾക്കുക. ഒരു കച്ചറ ഉണ്ടാക്കൂലാന്ന് തീരുമാനിക്കുക. ചോദ്യം കൊടുക്കൂല, ഉത്തരം കൊടുക്കൂല, ബഹളുണ്ടാക്കൂല, തക്ബീറിൽ കൊളാക്കൂല. 5 ദിവസവും സുന്നി പണ്ഡിതന്റെ മുജാഹിദുകളും കേൾക്കും, 5 ദിവസവും മുജാഹിദുകളുടെ സുന്നികളും കേൾക്കും. എന്നാലേ അങ്ങനെ 10 ദിവസങ്ങൾ ചെയ്തു നോക്ക്. 11-ാമത്തെ ദിവസം ഇവിടുത്തെ സുന്നി പള്ളി മുജാഹിദല്ലിയാവും. ധൈര്യമുണ്ടേ ചെയ്യാൻ. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ വെല്ലുവിളി ഏറ്റെടുക്ക്. ഈ വെല്ലുവിളി നിങ്ങൾ ധൈര്യമായി ഏറ്റെടുക്ക്. അതല്ലേ ആവശ്യം.
രണ്ട് കൂട്ടരുതും കേൾക്കട്ടെ. ഹൈന്ദവരും കേൾക്കട്ടെ, ക്രൈസ്തവര് കേൾക്കട്ടെ, ഇവിടുത്തെ ഭൗതികവാദികൾ കേൾക്കട്ടെ, ഇവിടുത്തെ ഇരു സമസ്തയിലും പെട്ട ആളുകൾ കേൾക്കട്ടെ, നാടൻ മനുഷ്യന്മാർ കേൾക്കട്ടെ. എന്താ അങ്ങ് കയ്യിന് ധൈര്യമില്ലാത്ത? കൂക്കി കൊളാക്കി തോൽപ്പിക്കണം, അത്രേ ഉള്ളൂ. ഇന്നലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു മുഖാമുഖം തുടങ്ങുമ്പോഴേക്ക് അടി ഉണ്ടാക്കി കളഞ്ഞു മുസ്ലിയാക്കന്മാര്. തുടങ്ങുമ്പോഴേക്ക് തലക്കടിച്ച് ചോരയൊക്കെ വന്നു. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? നിങ്ങളെ കയ്യിൽ ആശയല്ല. ആശയുണ്ടെങ്കിൽ ഈ ജാതി വെപ്രാളുണ്ടാവോ? ആശയുണ്ടെങ്കിൽ ഈ ജാതി വെപ്രാളുണ്ടാവോ? മജീഷ്യന്മാര് വടിയിട്ടപ്പോ അള്ളാഹ്ക്കറിയാം മൂസാ നബി തോൽക്കൂല. മൂസാ നബി വടിയുടെ മഹാത്മ്യം അപ്പോൾ മനസ്സിലാക്കാത്തതുകൊണ്ട് അദ്ദേഹം പേടിച്ചു. പക്ഷെ അള്ളാഹ് പറഞ്ഞു, മൂസാ നീ ഇട്ടോ, നീയേ ജയിക്കൂ, സത്യം നിന്റെ കൂടെ. മൂസാ നബി ഇട്ടു, മൂസാ നബി ജയിച്ചു. അപ്പൊ ഇവിടെ എന്താണ്? ആദ്യം മജീഷ്യന്മാർ ഇട്ടപ്പോ കൂക്കി ബഹളം ഉണ്ടാക്കി മൂസാ നബി കയറി തച്ചൂട്ടതല്ല. സമസ്ത സത്യത്തിന്റെ ആളുകളാണെങ്കിൽ നിങ്ങൾ എന്താ വേണ്ടത്? മൂസാ നബിനെ പോലെ ക്ഷമിക്കുക വേണ്ടത്. എന്നിട്ട് നിങ്ങളെ കയ്യിലുള്ള ആയുധട്, നിങ്ങളെ കയ്യിലുള്ള വടിയിട്. ആരതാണ് മുജിദത്ത് നോക്ക, ആരതാണ് തെളിവ് നോക്ക. നിങ്ങളുടെ കയ്യിലുള്ള ആയത്തോത്. ഞങ്ങൾ ഒരേ പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം. അലവി സക്കാബി വരട്ടെ, അല്ലെ പേരോട് വരട്ടെ, പേരോടിന് പകരം ഞങ്ങളെ കുട്ടികൾ വരാ, ഒരാൾ വരാ, ഏതെങ്കിലും ഒരാൾ. എന്നിട്ട് പേരോട് അവതരിപ്പിച്ചതിനും കേൾക്കാം, ഞങ്ങൾ അവതരിപ്പിക്കുന്ന പേരോടും കേൾക്കട്ടെ. പേരോടിന്റെ ഞാൻ വന്നിരിക്കുക, എന്റെ പേരോടും വന്നിരിക്കട്ടെ. അങ്ങനെ ചെയ്യാൻ പറ്റും. എന്താ അങ്ങനെ ചെയ്യാൻ പറ്റാത്തത്? തമ്മ് തല്ലുണ്ടാക്കൂല്ലേ? ആ സ്വഭാവം ആർക്കല്ലത്? അതൊന്നും നന്നായി മനസ്സിലാക്കി. ഞങ്ങൾ ഏതായാലും ചെയ്യൂല നിങ്ങൾക്ക് ഉറപ്പാണ്. നിങ്ങൾക്ക് ആ ഉറപ്പിന്റെ പേരിലാണ് നിങ്ങൾ ഞങ്ങളെ കുതിര കയറുന്നത്. നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, മുജാഹിദുകൾ മതം തെറ്റിക്കൂല. ആ ഉറപ്പ് നിങ്ങൾക്ക് ഞങ്ങൾ നല്ലണം. അത് ഞങ്ങളുടെ ബലം. നേരെ മറിച്ച് നിങ്ങളെ കുറിച്ച് ഞങ്ങൾക്കില്ലാത്ത ബലം എന്താ? നിങ്ങൾ ദീന് തെറ്റിച്ചിട്ടേ അടങ്ങുന്നുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ടെൻഷനും ഉണ്ട്. അപ്പൊ വിശുദ്ധ ഖുർആൻ ഓതുന്നിടത്ത് ബഹളം ഉണ്ടായിക്കൊളി, കൂക്കിക്കൊളി എന്നാണ് അബൂജേലും കൂട്ടരും പറഞ്ഞത്. 41-ാം അധ്യായം 26-ാമത്തെ വചനം. അപ്പൊ ഈ ഒരു ആമുഖം ഞാൻ തീർക്കുന്നത് എന്തിനറിയും? ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടുമാണ് സാധാരണ രീതിയിൽ നമ്മൾ ദഅവത്തിന് ഇറങ്ങേണ്ടത് എന്ന് ഞാൻ പറയും. അതോടൊപ്പം ക്ലിപ്പിംഗ് അനിവാര്യമാണോ? സത്യസന്ധമായ ആയിക്കോളൂ. ഇപ്പൊ ഞാൻ ഇവിടെ പ്രസംഗിച്ചു പോയി. പലയിടങ്ങളിലും കോഴിക്കോട് നല്ല കേരളം മുഴുക്കെ A to Z, കാസർഗോഡ് മുതൽ മംഗലാപുരം മുതൽ ബാംഗ്ലൂർ വരെ മുജാഹിദ് പണ്ഡിതന്മാരുടെ ക്ലിപ്പിംഗ് ഇട്ട് വമ്പിച്ച തെറ്റിദ്ധാരണകൾ. അതിലേറ്റവും കൂടുതൽ നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരാളാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഈ ഉള്ളവൻ. എന്റെ ക്ലിപ്പിംഗ് കേൾപ്പിക്കുക, എന്നിട്ട് അതിൽ കൃത്യമായ കളവ് നടത്തുക. ഇപ്പൊ നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹാബിയല്ല, നബി സുന്നിയായിരുന്നു. ഞാൻ ആ അഭിപ്രായക്കാരനാണ് എന്ന് എന്റെ ഒരു ക്ലിപ്പിംഗ് പേരോടിടാറുണ്ട്. പേരോടിൻ്റെതായുള്ള എല്ലാ സക്കാഫിമാരോടാണ് ഇവിടെ ഇട്ടുണ്ടാവാം, പലയിടങ്ങളിലും ഇടുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞത്? ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പാണല്ലോ, മുജാഹിദ് പ്രസ്ഥാനത്തിലെ മുജാഹിദ് പ്രബോധകരിലെ മുജാഹിദ് ബാലുശ്ശേരി ഏതായിരുന്നാലും സുന്നിയക്ക് അംഗീകരിക്കാൻ ഒരു രേഖ ഉണ്ടാക്കി കൊടുക്കൂല എന്ന് ഉറപ്പാണല്ലോ. പിന്നെ 2.5 മണിക്കൂറുള്ള പ്രസംഗത്തിനിടയിൽ നബി വഹാബിയല്ല സുന്നിയാന്ന് പറയാൻ വേണ്ടി മാത്രം ഒരു മൈക്കെട്ടി സ്റ്റേജിൽ ആരെങ്കിലും വരുമോ? അത് നിങ്ങൾ മിനിമം ചിന്തിക്കണം. അങ്ങനെ ഒരാൾ വരുമോ? അങ്ങനെ ഒരിക്കലും വരില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഉണ്ടാവോ? അപ്പൊ ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ക്ലിപ്പിംഗ് മുജാഹിദുകൾ അപ്പുറവും കട്ട് ചെയ്യുന്നു എന്നാണ് പേരോടിന്റെ ആരോപണം. അത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് പേരോടാണ്, അദ്ദേഹത്തിന്റെ അനുയായികളാണ്. ഞാൻ അവിടെ നിന്ന് ആരംഭിക്കുകയാണ്. ക്ലിപ്പിങ്ങിനെ സംബന്ധിച്ച് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി നിങ്ങൾ പലതവണ കേട്ടിട്ടുണ്ടാവും. ഇവിടെ അത് ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ തുടക്കത്തിൽ തന്നെ ആ ക്ലിപ്പിംഗ് ഇടുന്നത്. പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി കോഴിക്കോട് ടൗണിനടുത്ത ഒരു സ്ഥലത്ത് നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ വളരെ പ്രസക്തമായ ഒരു ഭാഗം ഞാൻ തുടക്കത്തിൽ നിങ്ങൾ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പറഞ്ഞു വന്നത് 100 കണക്കിന് കേസറ്റുകൾ ആർക്കും കിട്ടും. മൗലവിമാര് കേസറ്റ് വാങ്ങി, അത് വാങ്ങിയിട്ടത് കേട്ട് പഠിക്കല്ല. മൗലവിമാരെന്താ ചെയ്യുന്നത്? കേസറ്റ് വാങ്ങി, CD കേസറ്റ് വാങ്ങിയിട്ട് മൗലവിമാര് വല്ല കോഴിക്കോട്ട് ഷെയ്ഖിന്റെ പള്ളിയും എടുത്തു. ബർക്കത്തുള്ള സ്ഥലം തന്നെയാണല്ലോ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മൗലവിമാര് വന്നിട്ട് സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കാണ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ, ഇതാ പേരോടിതാ ഓടിപ്പോകുന്നു, പേരോടിതാ ഞങ്ങളുടെ ചോദ്യത്തിന് മറുപടി മുട്ടുന്നു. അങ്ങനെ മുട്ടുന്ന മൗലവിമാരുണ്ടെങ്കിൽ സ്ക്രീനും കൊണ്ട് നടക്കണ്ട. കോഴിക്കോട്ട് ജീവനുള്ള മൗലവിമാരുണ്ടെങ്കിൽ നേരിൽ പറയാൻ തയ്യാറാകണം. നിന്റെ വിഷയം അമ്മഞ്ഞമ്മഞ്ഞം പറയണ്ട. മുജാഹിദ് പ്രസ്ഥാനം പിഴച്ചതാണെന്ന് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ഞാൻ തെളിയിക്കും. സുന്നത്ത് ജമാഅത്ത് പിഴച്ചതാണെന്ന് തെളിയിക്കാൻ ഏതെങ്കിലും ഒരു മൗലവിയുണ്ടോ? അവരെ ജീവനോടെ ആക്കാനുണ്ട്. സ്ക്രീനും കൊണ്ട് നടക്കണ്ട കേട്ടോ. നമ്മളെ പ്രസംഗത്തിന്റെ അത്ര അങ്ങേ തല അങ്ങോട്ട് കട്ടുകളിയാ, ഇങ്ങേ തലയും കട്ടുകളിയാ. എന്നിട്ടോ ഞാൻ ചിലപ്പോ മുജാഹിദ് ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞ് ചില കാര്യം ഉദ്ധരിക്കൂ. അതിന്റെ മറുപടി ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, അതിവർ കേൾപ്പിക്കൂല.
അവ മുജാഹിദ് ഇങ്ങനെ പറയുന്നു അതും കേൾപ്പിക്കൂല, എന്റെ പേരോട് ഇതാ സമ്മതിക്കുന്നു എന്ന് അറിയൂ. അത് നിങ്ങളെ വാചകം ഉദ്ധരിച്ചതാ. അവർ സാധാരണപ്പെട്ടവരെ വല്ല ആത്മാർത്ഥതയും ഈ പറഞ്ഞ പ്രസംഗത്തിനുണ്ടോ? അങ്ങേ തലയും കട്ടുകളയുക, ഇങ്ങേ തലയും കട്ടുകളയുക, എന്നിട്ട് നേരെ ഓപ്പോസിറ്റുള്ള കാര്യം പറയാം. അതാരാണ് ചെയ്യുന്നത്? അതാരാണ് ചെയ്യുന്നത് എന്നത് വളരെ ഗൗരവമായി നമ്മൾ പഠിക്കേണ്ടതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. എന്ത് നുണ പറയാൻ ഒരു മടിയും ജീവിതത്തിൽ പകർത്താൻ ഒരു നല്ല സ്വഭാവവും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നിങ്ങൾ മനസ്സിലാക്കണം. നെഞ്ചകത്തേക്ക് തട്ടിയിട്ട് പറയല്ല, ഇതൊക്കെ പടച്ചോനെ പേടിച്ചിട്ട് പറയല്ല. പടപ്പുകൾക്ക് വേണ്ടി നിലകൊള്ളാനും ദുനിയാവിന് വേണ്ടി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേസറ്റ് കേട്ട് പഠിക്കുകയല്ല എന്നാ പറയുന്നത്. പേരോടാണ് ഇത് പഠിക്കാത്തത്. മുജാഹിദുകളുടെ പ്രസംഗത്തിൽ നിന്ന് പഠിക്കാൻ അവർക്ക് ഒരുപാട് നോളജ് ഉണ്ട്, പക്ഷെ അവർ പഠിച്ചില്ല, അവർ മനസ്സിലാക്കിയില്ല. ആരാണ് യഥാർത്ഥത്തിൽ ക്ലിപ്പിങ്ങുകൾ കക്കുന്നത് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അദ്ദേഹം ചെയ്യുന്ന ഒരു വിക്രിയ, അദ്ദേഹം ഏതൊരു പ്രവൃത്തിയെ എതിർത്തുവോ ആ പ്രവൃത്തി മനോഹരമായി പേരോടെന്ന് പറയുന്ന ഈ മനുഷ്യൻ നിർവഹിക്കുന്നത് നിങ്ങളൊന്ന് കാണുക. ഇതേ മൗലവി പറയുന്നത് നാലാമത്തെ മുജാഹിദീങ്ങൾ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ച മൗലവിയാണിത്. ഇവിടെ സലഫി മാത്രമല്ല വന്നത്, ആ മൗലവിയും വന്നിട്ടുണ്ട്. ഓരോരോ മൗലവിമാരെ കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ ധാരണ എന്താ അറിയോ? താടിക്ക് നീളമുണ്ടായ വിവരം ഉണ്ടാവുക. എന്നാ ഞാൻ വലിയ താടിയുള്ള ആളെ കാണിച്ചില്ലേ നേരത്തെ? ഉളുമർ മൗലവിന്റെ മോയെ നിരീശ്വരവാദി സന്യാസിയായ. സുബ്ഹാനല്ലാഹ്. ഇനിയിപ്പം വേണേ പറയൂ താടി നീളം വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ താടി നീളം വേണ്ടാന്നും പറഞ്ഞില്ല, പക്ഷെ താടി നീളമുള്ളതുകൊണ്ട് മാത്രം തന്നെ രക്ഷപ്പെടൂല എന്നാ പറഞ്ഞത്. എന്നാ എന്താ കാരണം എന്നറിയോ? റസൂലുള്ളാഹിനോട് എന്താ ഇത്ര വെറുപ്പിന്റെ കാരണം കേട്ടോളി. മൗലവി പറയുന്നത് മുഹമ്മദ് നബി വഹാബി അല്ല സുന്നിയാണ്. ഇങ്ങനെ മൗലവിമാര് പറയുന്നത് മുഹമ്മദ് നബി വഹാബി അല്ല സുന്നിയാണ്. അതൊന്ന് കേട്ടോളി. ഞമ്മക്ക് അത്ര സന്തോഷമുള്ള റിപ്പോർട്ട് ഈ ലോകത്ത് ഇന്ന് വരെ കേട്ടിട്ടോ? കേട്ടോളി. മൗലവിന്റെ നാവുകൊണ്ട് പറയട്ടെ, വെച്ചുകൊടുത്താ മോനെ. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലേ? അല്ലേ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. ഞാൻ ആ അഭിപ്രായക്കാരനാണ്. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലേ? അല്ലേ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. ഞാൻ ആ അഭിപ്രായക്കാരനാണ്. ഞാൻ പറഞ്ഞില്ലേ മൗലവി നാദാപുരത്ത് എല്ലാ മൗലവിമാരെയും പിടിച്ചു കെട്ടും. മൗലവി പറയും നിങ്ങളെന്താ നാദാപുരത്തിങ്ങനെ കൂടിയത്? മൗലവിനെ എന്റെ കാൽക്കൽ കൊണ്ടുവന്നല്ലേ, ഷാർജയിൽ കൊണ്ടുവന്ന എന്റെ കാൽക്കൽ. നിങ്ങൾ മുഖേന സർവ്വ മൗലവിമാരെയും ഞാൻ ഇവിടുന്ന് പിടിച്ചു കെട്ടും. സഹോദരങ്ങളെ, ഇതാണ് ഇവരിട്ട് കളിപ്പിക്കുന്നത്. ഇതാണോ ഞാൻ പറഞ്ഞത്? ഞാനൊരു സംഭവം വിശദീകരിച്ചു വരികയാണ്, അതിന്റെ ആമുഖം കുറിക്കുകയാണ്. ആ ആമുഖം കുറിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നിയായിരുന്നോ, ആ സുന്നി ആരാണെന്നും സാക്ഷാൽ സുന്നി മുജാഹിദുകളാണോ സമസ്തയാണോ എന്നും സ്ഥാപിച്ചുകൊണ്ട് നടത്തിയ വളരെ പ്രസ്താവ്യവും അതോടൊപ്പം ഇവർ കാണിക്കുന്ന ക്ലിപ്പിങ്ങിലെ കൃത്രിമത്വത്തെ കൂടി മുൻകൂട്ടി ഈ വിഷയം പറഞ്ഞു കൊടുക്കുന്ന മനോഹരമായ വിഷയമാണ് അതിൽ ബാക്കി വരുന്നത്. അത് കൃത്യമായി നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് ഞാൻ യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിച്ചത് പേരോട് പറയാ. പേരോടിന് സുന്നികൾക്ക് ഇങ്ങനെ സന്തോഷകരമായ ഒരു വാർത്ത ഉണ്ടോ? അതിന്റെ ബാക്കിയുള്ളതോ മൂപ്പര അധോഗതിന്റെ വാക്കാ. അത് മൂപ്പരിട്ടില്ല, കാരണം മൂപ്പര ആപ്പീസ് പൂട്ടിപ്പോവും. ആപ്പീസ് പൂട്ടുന്ന വാക്ക് കട്ട് ചെയ്ത് അയാൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയ ഒരു വാക്ക് മാത്രം കൽപ്പിച്ച് ജനങ്ങളെ പറ്റിക്കുന്നവരോട് വലക്കത് ജീതുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മർറ. ഒറ്റക്കൊറ്റക്ക് ലോക തമ്പുരാന്റെ മുമ്പിൽ, പടച്ച തമ്പുരാന്റെ മഹ്ശറയിൽ നിങ്ങൾ ചെന്ന് നിൽക്കേണ്ടി വരുന്ന ദിനം നിങ്ങൾ ഭയപ്പെടണം. 6-ാം അധ്യായം 94. യഥാർത്ഥത്തിൽ ആ ക്ലിപ്പിംഗ് എന്താണ്? ഏത് പ്രസംഗത്തിലാ അതുള്ളത്? എന്താണ് പറഞ്ഞു വരുന്നത്? കേട്ടോളൂ അതിന്റെ പൂർണ്ണരൂപം. കല്യാണ ഭവനത്തിലേക്ക് മഹാരഥനായ പ്രവാചക ചക്രവർത്തി മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെല്ലുകയാണ്. അപ്പൊ അവിടെ ഒരു വിരിപ്പിട്ട് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിരിപ്പിലിരുന്നു. അപ്പൊ കുട്ടികൾ അവിടെ നിന്ന് പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൻ, നാളെയുടെ കാര്യമറിയുന്ന ആളാണ് ഈ പ്രവാചകൻ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ആ കുട്ടികൾ പാടി. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലേ? അല്ലേ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു.
ഞാൻ ആ അഭിപ്രായക്കാരനാണ്. ഞങ്ങളൊക്കെ സുന്നിയാ. പക്ഷെ ഞങ്ങൾ സുന്നി സെന്റർ എന്ന് പേരിടാത്തത് കള്ളനാണയം ഉള്ളത് കൊണ്ടാണ്. സുന്നി സെന്റർ എന്ന പേരിൽ കള്ളനാണയം ഉള്ളത് കൊണ്ടാണ് സുന്നി സെന്റർ എന്ന് പേരിടാത്തത്. അല്ലെ ഞങ്ങൾ പേരിടുക സുന്നി സെന്റർ എന്നാണ്. സാക്ഷാൽ സുന്നികൾ ഞങ്ങളാണ്. പാടി സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. ഞാൻ ആ അഭിപ്രായക്കാരനാണ്. ഞങ്ങളൊക്കെ സുന്നിയാ. പക്ഷെ ഞങ്ങൾ സുന്നി സെന്റർ എന്ന് പേരിടാത്തത് കള്ളനാണയം ഉള്ളത് കൊണ്ടാണ്. സുന്നി സെന്റർ എന്ന പേരിൽ കള്ളനാണയം ഉള്ളത് കൊണ്ടാണ് സുന്നി സെന്റർ എന്ന് പേരിടാത്തത്. അല്ലെ ഞങ്ങൾ പേരിടുക സുന്നി സെന്റർ എന്നാണ്. സാക്ഷാൽ സുന്നികൾ ഞങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് കുട്ടികൾ പാടി വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൻ. അപ്പൊ റസൂൽ പാടിക്കോ, ഞാനൊക്കെ അതിന്റെ ആളാണ് എന്നല്ല പറഞ്ഞു കേട്ടോ. അത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. മേലിൽ അത് പാടരുത് എന്നാ പറഞ്ഞു. മേലിൽ അത് പാടരുത് എന്നാണ് ആര് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നിട്ട് അതിന്റെ ഭയാനകത തിരുത്തി കൊടുക്കുകയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. അപ്പൊ എന്റെ നാട്ടിൽ വന്നിട്ട് അബ്ദുൾ റഷീദ് സഖാഫി കുറ്റ്യാടി എന്റെ വീടിന്റെ മുറ്റത്ത് പ്രസംഗിച്ചു. എന്നിട്ട് എന്റെ വീട്ടിലേക്ക് കോളാമ്പി വെച്ചിട്ട് എന്റെ പേര് പറഞ്ഞ് കുറെ ക്ലിപ്പിംഗ് ഒക്കെ ഇട്ടിട്ട് ആളുകൾ വന്നിട്ട് പറഞ്ഞു അതിന് മറുപടി അറിയണോ? ഞാൻ പറഞ്ഞു ബാലുശ്ശേരി എന്ന് പറയുന്ന നന്മണ്ട എന്ന് പറയുന്ന മുജാഹിദ് ഭൂരിപക്ഷമുള്ളിടത്ത് വന്നിട്ട് ഒരു പ്രസംഗം നടത്തി അതിന് മറുപടി അറിയേണ്ട കാര്യമില്ല. നമുക്കൊരു സമ്മേളനം ഉണ്ട്, നമുക്ക് ജനങ്ങളോട് കടപ്പാടുണ്ട്. അവർക്ക് ജനങ്ങളോട് കടപ്പാടില്ല, അവർക്ക് നിലക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ പ്രസംഗം. ഒരു മുജാഹിദ് പ്രസംഗിക്കുന്ന ആളുകൾക്ക് ഹിദായത്തിട്ടാണ്. ഒരു സുന്നി പ്രസംഗിക്കുന്നതിനറിയോ നിങ്ങള്? സുന്നി നാരും അങ്ങോട്ട് പോകാതിരിക്കാനോ അവർക്ക് ജീവിതം നിലക്കാനോ. അതുകൊണ്ട് എല്ലാവരും ആലോചിക്കും, ഇതൊന്നും സത്യപ്രസ്ഥാനത്തിന് ചേർന്നതല്ല. ഞാനൊരു സ്ഥലത്ത് മുസ്ലിങ്ങളുടെ നബിയല്ല ഈ നബി, ലോകത്തുള്ള എല്ലാവരുടെയും നബിയാണ്, ബാലന്റെ നബിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെ പേരോട് ഉസ്താദ് എന്ത് ചെയ്തു എന്നറിയോ? ഞാൻ പറഞ്ഞ ആദ്യ ഭാഗവും അവസാന ഭാഗവും ഒക്കെ കട്ട് ചെയ്ത് ഇത് മുസ്ലിങ്ങളുടെ നബിയല്ല ബാലന്റെ നബിയാണ് എന്ന് പറഞ്ഞ് മാത്രം കേൾപ്പിച്ച് ക്ലിപ്പിംഗ് ഇട്ട് പിന്നെ മൂപ്പർക്ക് ഒരു മിമിക്രി ഉണ്ടല്ലോ, അത് മൂപ്പരായിട്ട് നടത്തി. ഇവരൊക്കെ എങ്ങനെ റബ്ബിനെ കണ്ടുമുട്ടുക? അത്ഭുതമല്ലേ? പടച്ചോനെ അല്ല ഉണ്ട് എന്നുള്ളൊരു ബോധമുള്ളവൻ ഈ ജാതി പണിയെടുക്കുവോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. അള്ളാന്റെ ഖുർആനിൽ പറയാ ലോകർക്കാകമാനമുള്ള നബിയായത്, ലോകത്തിനാകമാനം. കുൽ പറയുക പ്രവാചക, യാ അയ്യുഹന്നാസു ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ. അല്ലയോ മനുഷ്യരെ, ഞാൻ നിങ്ങളിലേക്കെല്ലാമുള്ള, തീർച്ചയായും ഞാൻ നിങ്ങളിലേക്കെല്ലാമുള്ള പ്രവാചകനാണ്. ഇത് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ അള്ളാഹ് ആവശ്യപ്പെടുകയാണ്. 7-ാം അധ്യായം സൂറത്ത് അറാഫ് 158-ാമത്തെ വചനമാണ്. സഹോദരങ്ങളെ, എനിക്കിത് അത്ഭുതം തോന്നിയൊരു കാര്യം എന്താ അറിയോ? മുജാഹിദ് പണ്ഡിതന്മാര് കറാമത്തൊന്നും വാദിക്കുന്ന ആളുകളല്ല, അത് അവകാശപ്പെടുന്ന ആളുകളുമല്ല. പേരോടിന്റെ കള്ളത്തരം പറഞ്ഞ് അയാള് ക്ലിപ്പിംഗ് അപ്പുറവും കട്ട് ചെയ്ത് കള്ളത്തരം കാണിക്കും എന്ന് പറഞ്ഞ അപ്രസംഗത്തിന്റെ അപ്പുറത്തുനിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞു. മഹാവിദ്വാൻ തന്നെ മോനെ, ഇത് വല്ലാത്തൊരു സാധനം തന്നെയാ. ചർമ്മ സൗഭാഗ്യോ കണ്ടാവർഗം ബൈക്ക് പോയ തോറ്റു. ചെങ്ങൈമരെ, പേരോട് എന്റെ ക്ലിപ്പിംഗ് അപ്പുറവും കട്ട് ചെയ്ത് കള്ളത്തരം കാണിക്കും എന്ന് ഞാൻ പ്രസംഗിച്ച അക്കേസറ്റിന്റെ അപ്പുറത്തുനിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞു വിദ്വാൻ. അതൊരു വല്ലാത്ത തന്ത്രം തന്നെയല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കണേ, ഈ പുരോഹിതന്മാരുടെ ഒരു അവസ്ഥ നോക്കണേ. മാത്രമല്ല, ഞാൻ അവിടെ എപ്പോഴാ നബി സുന്നിയ വഹാബി അല്ല എന്ന് പറഞ്ഞത്? ഞാൻ അതിലൊരു വിഷയം പറഞ്ഞിരുന്നു, നിങ്ങൾ കേട്ടല്ലോ. അതായത് ഒരു കല്യാണ വീട്ടിൽ വിഷയം പഠിക്കുക നമ്മള്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയറി ചെന്നു. വിഷയം അവിടെ ഞാൻ തീർത്തു പറഞ്ഞു. ആ കേസറ്റ് ഒക്കെ കേട്ടാണ്ടല്ലോ, സുന്നിയിൽ ഒരു മിനിറ്റ് നിൽക്കൂലങ്ങള്. ആ കേസറ്റ് കേട്ടിട്ട് നന്നായ കുട്ടികൾ ഒരുപക്ഷെ സദസ്സിലുണ്ടാവും. അത്തരമുള്ള കേസറ്റാണ് ഈ ജാതി കള്ളത്തരം കാണിച്ചു കൂട്ടിയത്. നിങ്ങൾ മനസ്സിലാക്കണം, അതിന്റെ കുറച്ച് ഭാഗം ഞാൻ കേൾപ്പിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായി സത്യസന്ധരായവർക്ക് മുജാഹിദുകളാണ് ഒറിജിനൽ സുന്നികളെന്നും ഞങ്ങളുടെ നേതാവാണ് റസൂലുള്ളാഹിയെന്നും ആ നിലക്ക് റസൂൽ സുന്നിയാണെന്നും ഞങ്ങളുടെ സെന്ററിന് സുന്നി സെന്റർ എന്നാണ് ഇടേണ്ടതെന്നും, പക്ഷെ കള്ളനാണയം നിങ്ങൾ സുന്നി സെന്ററിന് ഇട്ടുകൊണ്ട് അപ്പേര് തന്നെ ഞങ്ങൾ നിന്ന ഇതിൽ ഒറിജിനൽ ഏതാ കളവേതാന്ന് ആളുകൾ തിരിച്ചറിയാതെ പോവും. അതുകൊണ്ട് ഞങ്ങൾ മുജാഹിദ് സലഫികൾ എന്ന് പേരിട്ടതാണ്, അല്ലെങ്കിൽ ഞങ്ങൾ സുന്നികൾ എന്നാണ് ഇടേണ്ടത് എന്ന് കൃത്യമായി വിശദീകരിച്ചെടുത്താണ്. നിങ്ങൾക്ക് വലിയ കിട്ടിപ്പോയി. മൂപ്പര് പറയാ ഭയങ്കര കിട്ടലാണ്. അതുള്ളത് നല്ല കിട്ടലാ കിട്ടിയ അതിന്റെ അപ്പുറത്ത് ഏതാ ഇട്ട ക്ലിപ്പിങ്ങിന്റെ അപ്പുറത്ത് എന്നോട് കിട്ടിയ കിട്ടല് നല്ല കിട്ടലാ. അതാ മൂപ്പര് പറഞ്ഞ്. കാരണം കേസറ്റ് കേട്ടിട്ടുണ്ടല്ലോ, എന്നിട്ടാണല്ലോ അപ്പുറം കട്ട് ചെയ്ത്, അല്ലാണ്ട് കഴിയില്ലല്ലോ. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രധാനമായൊരു കാര്യം അതാണ്. എന്നിട്ട് എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമസ്തക്കാരനായിരുന്നെങ്കിൽ ഇതാണ് വിഷയം. നബി സാക്ഷാൽ സുന്നിയാണല്ലോ, അതുകൊണ്ട് ഇപ്പൊ നാളെയുടെ കാര്യം അറിയുന്ന ആളാണ് നബി എന്ന് പാടിയാല് സമസ്തക്കാരുടെ വാദപ്രകാരം നബി എന്ത് ചെയ്യണോ? അത് അംഗീകരിച്ചു കൊടുക്കണം. നബി അത് അംഗീകരിച്ചില്ല.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത് അംഗീകരിച്ചില്ല. അപ്പൊ നബി വഹാബിയ സുന്നി എന്നല്ലേ എന്നാണ് ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷാൽ സുന്നിയാണെങ്കിൽ ആ നബി നാളെയുടെ കാര്യം അറിയില്ല എന്നാ പറഞ്ഞത്. ആ കുട്ടികൾ പാടിയപ്പോ അങ്ങനെ കാര്യം നബിക്ക് അറിയുമെങ്കിൽ അതാണല്ലോ സുന്നികൾ എന്ന പേരിൽ, സുന്നത്തിയമായത് എന്ന പേരിൽ ഇവർ പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിനെ എതിർത്താൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്താ? റസൂലുള്ളാഹിനെ എതിർത്താൽ അത് പറയാനാണ് ആ വിഷയം പറഞ്ഞത്. അല്ലാതെ നബീനെ സുന്നിയാക്കി സുന്നികളെ സന്തോഷിപ്പിക്കാനല്ല. അയ്യേ ചിരി പുളിക്കൂ നിങ്ങൾക്ക് പറഞ്ഞിട്ട് അല്ല പൂതി തിരക്കേടില്ല. എന്നെ കൊണ്ട് മൂപ്പരിപ്പം വേറെ കേൾക്കണം നിങ്ങൾക്ക്. ഇയാൾ എന്റെ പിന്നാലെ നടക്കുക, എന്നെ തുണി ഉടുപ്പിക്കാൻ, എന്നെ തൊപ്പിടിക്കാൻ. അയാൾ തന്നെ പറയുന്നുണ്ട് ജാഹിദ് ബാൽശേനെ ഞാൻ തൊപ്പിടിച്ചു. എന്തൊരാദരവ്! സുന്നികളിലെ ഏറ്റവും വലിയൊരു പണ്ഡിതന്റെ പിന്നാലെ നടന്നിട്ട് ഒരു തൊപ്പിടിക്കുക. മൂപ്പരിനെ എന്തുമാത്രം ആദരിക്കുന്നതൊക്കെ നിങ്ങൾ കേൾപ്പിച്ചു തരും. സഹോദരങ്ങളെ, ഈ വിധത്തിലാണ് ഇവരുടെ ക്ലിപ്പിങ്ങും, ഈ വിധത്തിലാണ് ഇവരുടെ കാര്യങ്ങളും. ഇതിൽ എന്ത് സത്യസന്ധതയാണ്, എന്ത് യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിൽ ഇതിലുള്ളത്? നിങ്ങൾക്ക് മനസ്സിലാക്കണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മള് നേതാവാക്കി ഇവരുടെ ആളാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരനാക്കി തരം താത്തുന്നത് ആരാന്നറിയ നിങ്ങൾക്ക്? ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ റസൂലുള്ളാഹിനെ ലോക്കൽ മുസ്ലിയാക്കന്മാരോടാണ് പേരോട് ഉപമിക്കുന്നത്. എനിക്ക് അത്ഭുതവും കരച്ചിലും വന്നു. അതായത് പേരോട് പറയുന്നത് ഇന്നാട്ടിലെ മുസ്ലിയാക്കന്മാര് റസൂലുള്ളാഹിക്ക് തുല്യാണ്. ആ വിശദീകരണമൊക്കെ നിങ്ങളൊന്ന് കേൾക്കണം. കാരണം നബിക്ക് അല്ലാഹു ബുറാഖ് എന്ന വാഹനം കൊടുത്തു. ബുറാഖ് എന്ന വാഹനം റസൂലിന് കൊടുത്ത്, റസൂല് മഹാനായതുകൊണ്ടും വേഗത്തിൽ ചെന്ന് കുറെ കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ടും ലോകത്തിന്റെ നേതാവായതും അങ്ങനെ നേതാക്കന്മാരായതുകൊണ്ടാണ് കാന്തപുരത്തിനും ഖലീൽ തങ്ങൾക്കൊക്കെ വമ്പിച്ച വേഗതയുള്ള കോടിക്കണക്കിന്റെ കാറ് നബിക്ക് ബുറാഖ് എന്ന വണ്ടി കിട്ടിയത് കൊണ്ടാണ്. അപ്പൊ നബിയെ ഇകയത്താണോ, നബിയെ പുകയത്താണോ? ഈ ലോക്കൽ മുസ്ലിയാക്കന്മാരെ അള്ളാന്റെ റസൂലിനോളം വളർത്തുകയാണോ? ആരാണ് അള്ളാന്റെ റസൂലിനെ തരം താത്തുന്നത് എന്ന കാര്യവും കൂടെ നിങ്ങൾ രണ്ട് സഖാബിമാരുടെ ക്ലിപ്പിങ്ങിലൂടെ നിങ്ങൾ ബോധ്യപ്പെടേണ്ടതുണ്ട്. അതൊന്നും നിങ്ങൾ കേൾക്കും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അവിടുത്തെ നെഞ്ഞു കീറിയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം മുറിവ് കൂട്ടിയതിന് ശേഷം ബുറാഖ് എന്ന സ്പെഷ്യൽ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. വാസ്തവത്തിൽ അല്ലാഹുവിന് നബിയെ കൊണ്ടുപോകാൻ വാഹനത്തിന്റെ ആവശ്യം ഇല്ല. എല്ലാവർക്കും അറിയില്ലേ, സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കാറ്റിലാണ് അല്ലാഹുവിന്റെ റസൂലായ സുലൈമാൻ നബി അല്ലാഹു കൊണ്ടുപോയത്. അപ്പൊ കാറ്റിൽ വായുവിൽ തന്നെ സുലൈമാൻ നബിയെ കൊണ്ടുപോയതുപോലെ അല്ലാഹുവിന്റെ നബിയെ കൊണ്ടുപോകൽ പ്രയാസമില്ല. പക്ഷേ പിന്നെ എന്തിനാണ് ഇത്ര മുന്തിയ വളരെ സ്പീഡുള്ളൊരു വാഹനം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അയച്ചു കൊടുത്തത്? അതിനൊരുപാട് രഹസ്യങ്ങളുണ്ട്. കൂട്ടത്തിൽ ഒരു രഹസ്യമാണ് മഹാനായ ഖലീൽ തങ്ങളും അതുപോലെ ശൈഖുനാ കാന്തപുരം ഉസ്താദും താജുൽ ഉലമയും ഒക്കെ 1000 വേദികളിൽ ഓടിയെത്തേണ്ടവർ തിരക്കിട്ട് പോകുമ്പോ ഒരു നല്ല കാറിൽ പോകുന്നത് കണ്ടാൽ അങ്ങനെ നബി പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന പുത്തൻവാദിയും അസൂയക്കാരനും ഉണ്ടാകും. അപ്പോൾ വളരെ തിരക്കിട്ട് പോയി വരേണ്ട നേതാക്കന്മാർ എത്ര വലിയ നേതാവായിരുന്നാലും എത്രയും സ്പീഡുള്ള വാഹനത്തിൽ കയറാമെന്നും കയറ്റാമെന്നും അറിയിക്കാൻ വേണ്ടി തന്നെയാണ് ബുറാഖ് എന്നൊരു വലിയ വാഹനം, അത്ഭുതകരമായ വാഹനത്തിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മസ്ജിദുൽ അഖ്സയിലേക്ക് ആനയിക്കുന്നു. സഹോദരങ്ങളെ, നമ്മൾ കരയാണ് വേണ്ടത്. ഈ പുരോഹിത വർഗത്തെക്കുറിച്ച് ഓർത്ത് കരയണം. നബിക്ക് ബുറാഖ് എന്ന വാഹനം നൽകിയതിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അതിലൊരു രഹസ്യം കാന്തപുരത്തിന് കോടിക്കണക്കിനുള്ള കാറ് പോകാൻ വേണ്ടി റസൂലിലൂടെ അള്ളാഹു ഒരുക്കി കൊടുത്താൽ, അപ്പൊ റസൂലിനാണോ പ്രാധാന്യം, കാന്തപുരത്തിനാണോ പ്രാധാന്യം? അള്ളാഹുവിന്റെ റസൂലിന് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, പൊട്ടപ്പോയതല്ലേ പറഞ്ഞത്? റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്താണത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു കിട്ടിയോ? കാന്തപുരം അബൂബക്കർ മുസ്ലിയാരേക്കാൾ വലിയ പണ്ഡിതനും സഹാബിയല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു? ബുറാഖ് കിട്ടിയോ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു 20 ഭൗതിക സാമ്രാജ്യങ്ങളും ഏകാത്മീയ സാമ്രാജ്യവും ഭരിച്ച സ്വതന്ത്ര ഭാരതത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഭരണം ഉമറിന്റെ ഭരണമാണെന്ന് ഗാന്ധിജി സർട്ടിഫൈ ചെയ്ത 20 ഭൗതിക സാമ്രാജ്യങ്ങളെ ഭരിച്ച 10 കൊല്ലം ഭരണം നടത്തിയ ആ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു ഈജിപ്ത് പോകുന്ന ഒരു ഒട്ടകത്തിന്റെ കയറും പിടിച്ച്. ബുറാഖ് കിട്ടിയോ? ബുറാഖ് കിട്ടിയോ?
നബിയുടെ സൗഭാഗ്യം സഹാബികൾക്ക് കിട്ടിയോ? താബീങ്ങൾക്ക് കിട്ടിയോ? താബീങ്ങൾക്ക് കിട്ടിയോ? ഓൽക്കൊന്നും കിട്ടാത്ത കാന്തപുരത്തിനാ കിട്ടിയത്. നിങ്ങൾ ആലോചിക്കണം, ഇവർ അള്ളാന്റെ റസൂലിന് അല്ല കൊടുത്ത റസൂലിന് മാത്രല്ലേ ആ ഒരു പ്രത്യേകത, അത് ഇതുമായിട്ട് താരതമ്യം ചെയ്ത് കിയാസാക്കുക. എന്നിട്ട് ഇവരുടെ മുസ്ലിയാക്കന്മാരെ മുന്തി വെക്കുക. ഇവരല്ലാന്റെ റസൂലിനെ ആദരിക്കുന്നില്ല. ഇവർക്ക് റസൂലിനോടുള്ള സ്നേഹം പടച്ചോനാണ് ഞങ്ങളോട് പറയാ. ഈ മുസ്ലിയാക്കന്മാരുടെ ഹൃദയത്തിനുള്ളിലേക്ക് കടന്നിട്ടൊന്ന് പരിശോധിക്കണം. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ വിധത്തിലാണ് ഇവർക്ക് ഇത് ചെയ്യാനാണ് ഇത് എന്ന് പറയുമ്പോൾ അതിന് അർത്ഥം എന്താ? ഈ ലോക്കൽ മുസ്ലിയാക്കന്മാരോട് ദയവ് ചെയ്ത് പൊന്നാര മുസ്ലിമീങ്ങളെ നിങ്ങൾ വിടരുത്, വരെ ഈ പുരോഹിത വർഗത്തെ വിടരുത്. ഇവർ ഈ മഹാൻ പ്രവാചകനുമായിട്ടാണ് ഇവരെ കമ്പയർ ചെയ്യുന്നത്. ഇവരെ 23-ാം വാർഷികം കൊണ്ടാടി മർക്കസ് സഖാഫത്ത് സുന്നിയയില്. അന്ന് ഒരു മാതൃഭൂമിയിൽ എഴുതിയ ലേഖനം എന്താ അറിയോ? നബിക്ക് തുല്യമായി ലോകത്ത് ആരെങ്കിലും ഒരാളുടെ അത് കാന്തപുരമാണ്. 23 കൊല്ലം കൊണ്ട് ലോകത്ത് വിപ്ലവം നയിച്ച പ്രവാചകന് തുല്യം 23-ാമത്തെ വർഷത്തിൽ ഇതാ കാന്തപുരം. അപ്പൊ കാന്തപുരം വലുതായി, റസൂല് ചെറുതായി. റസൂലിനോളം കാന്തപുരം ഒരൊറ്റ സഹാബിക്കില്ല സ്ഥാനം, താബീങ്ങൾക്കില്ല സ്ഥാനം, ഈ ലോക്കൽ മുസ്ലിയാർക്കുണ്ട്. നിങ്ങൾ ആലോചിക്കണം, ചിന്തിക്കണം. നിങ്ങൾ റസൂലുള്ളാഹിനെ അപമതിക്കുന്നു, നിങ്ങളാണ് അപമതിക്കുന്നത്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ബദർ ഉണ്ടായത് എന്തിനാ? ബദർ യുദ്ധം ഉണ്ടായത് എന്തിനാ? സുന്നികളെ ഖുർആനിൽ 9-ാം അധ്യായം 46-ാമത്തെ വചനം, 8-ാം അധ്യായം സൂറത്ത് അൻഫാൽ 40 മുതലുള്ള വചനം ഡീറ്റെയിൽ ആയിട്ട് 50 വരെ നിങ്ങൾ പഠിച്ചോളൂ. ബദറുണ്ടായത് സത്യവിശ്വാസികളായ ആളുകൾക്ക് ഇസ്ലാമാണെന്നും അല്ലാഹുവിന്റെ ദീനാണ് സത്യമെന്നും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയും സത്യനിഷേധികൾ തെളിവ് കണ്ട് മരിക്കുന്നതിന് വേണ്ടിയുമാണ് ബദറുണ്ടാക്കിയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ. ബദർ എന്തിനാ ഉണ്ടാക്കിയത്? അമുസ്ലിങ്ങളായ കാലഘട്ടത്തിലെ ബഹുദൈവ വിശ്വാസികൾ സത്യം കണ്ട് മരിക്കുന്നതിന് വേണ്ടിയും സഹാബികൾ സത്യം കണ്ട് ജീവിക്കുന്നതിന് വേണ്ടിയും എന്നല്ല പറയാ. സക്കാഫിമാർ പറയണ എന്തറിയോ? സുന്നികൾക്ക് ബദർ മൗലിദ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ബദർ യുദ്ധം ഉണ്ടാക്കിയെന്ന്. ഇവർ എത്രത്തോളം ഇസ്ലാമിനെ തരം താഴ്ത്തുന്നു. ഇതിന് മറുപടി പറയാനല്ല നിങ്ങൾ കൊണ്ടുവരേണ്ടി. അവിടെ ചെന്നിട്ട് മുസ്ലിയാക്കന്മാരെ നിലക്ക് നിർത്താൻ നിങ്ങൾ ഇനി മേൽ സമസ്തന്റെ പേരും പറഞ്ഞു വരരുത്. അള്ളാഹുവിന്റെ റസൂലിനെ തരം താഴ്ത്തിയ നിങ്ങൾ, ബദറിനെ പറ്റി അല്ല പറഞ്ഞതിന് നേരെതിരെ സംസാരിച്ച നിങ്ങൾ, ഈ കോഴിക്കോട് പന്നിയങ്കരയിൽ നടന്ന മുഖാമുഖത്തിൽ അബ്ദുൽ അസീസ് സഖാഫി എന്ന് പറയുന്ന ഒരു സഖാഫിയെ കൊണ്ടുവന്ന് ഈ കൂട്ടര് മുഖാമുഖം എന്ന നാടകം, പൊറാട്ട് നാടകം കളിച്ച് ജനങ്ങളെ വഞ്ചിച്ച് ചതിച്ചതിന്റെ ചരിത്ര പാഠങ്ങൾ നാളെ മഹ്ശറയിൽ റബ്ബിന്റെ കോടതിയിൽ മാലകമാർ രേഖപ്പെടുത്തി സാക്ഷ്യം വരുന്ന എന്ന് പറയുന്ന കോടതിയിൽ പഞ്ചപുച്ഛമടക്കി കണ്ടുവരുന്ന സഖാഫിമാരുടെ ദയനീയത നിങ്ങളൊന്ന് കണ്ടോളൂ. ഇപ്പൊ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സഹാബിമാരൊക്കെ ഷഹീദ് എന്നല്ലേ നമ്മൾ പറയുന്നത്? അതെ അല്ലേ? ആണ്. അപ്പൊ അള്ള പറഞ്ഞേക്കണം കുറെ ഷഹീദന്മാരുണ്ടായാലല്ലേ സുന്നിയക്ക് ബദർ മൗലൂദൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അതിനാണ്. അപ്പൊ അള്ള പറഞ്ഞേക്കണം കുറെ ഷഹീദന്മാരുണ്ടായാലല്ലേ സുന്നിയക്ക് ബദർ മൗലൂദൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അതിനാണ്. അപ്പൊ അള്ള പറഞ്ഞേക്കണം കുറെ ഷഹീദന്മാരുണ്ടായാലല്ലേ സുന്നിയക്ക് ബദർ മൗലൂദൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അതിനാണ്. അല്ലാക്ക ഇവിടെ ദീന് വിജയിപ്പിക്കാൻ അള്ളാഹുവിനെ അബൂജാലിനെ കൊല്ലക്കേണ്ട യുദ്ധത്തിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ടിന്നാണ് ജിബ്രീലിന്റെ ഒരു ചിറക് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ അബൂജാലിനെ കൊല്ല? പിന്നെ അവിടെ ബദർ യുദ്ധം നടത്തി എന്തിന്? ഈ ദീന് പ്രയോഗിക്കാതെ അള്ളാഹുവിന് ഒന്നുമില്ലാതെ തന്നെ കഴിയൂലേ? പിന്നെ കുറെ ആളുകളെ ഷഹീദാക്കി എന്തേ? അത് സുന്നിയക്ക് ബദർ മൗലൂദ് കഴിക്കണം, അത് സുന്നിയക്ക് ബദർ മൗലൂദ് കഴിക്കണം, അത് സുന്നിയക്ക് ബദർ മൗലൂദ് കഴിക്കണം, ഇവിടെ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകണം, കുറെ ആളുകൾക്ക് കൂലി കിട്ടണം, ഷഹീദാകണം. അതിന് തന്നെയാണ് അതൊക്കെ. അല്ലെ അബൂജാഹിലിനെ കൊല്ല ഇക്കണ്ട സാഹബത്തിൽ എങ്ങനെ ഇറങ്ങാറാക്കണ്ട എന്താ ആവശ്യമുള്ളേ? പറച്ചോനിപ്പോ എന്തായാലും കഴിയുന്നില്ല. ഇപ്പൊ നമുക്ക് കണ്ടുകൂട്ടർക്ക് അഭിപ്രായ വ്യത്യാസമല്ലല്ലോ.